ഓക്കെ. അൽഹംദുലില്ലാഹ്. നമ്മളെ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് നടക്കുന്നത്. എല്ലാവരും മുഖം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മുഖം കണ്ടാൽ ഒരു സന്തോഷായിരുന്നു. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരൊന്ന് വീഡിയോ ഓണാക്കിയിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് കാണിച്ചു തന്നാല് ആ ബറക്കത്താകപ്പെട്ട മുഖം ഞാൻ കാണുമായിരുന്നു. ഏത് ലാംഗ്വേജ് ആവാം? ഏഹ് കേൾക്കുന്നുണ്ടോ? ആ യെസ്. മാഷാ അല്ലാഹ്. ഡാരി. ഓക്കെ. ആ എനിക്ക് ഏത് ലാംഗ്വേജ് ആയെങ്കിലും ഓക്കെ. അൽഹംദുലില്ലാഹ്. കുറെ ആൾക്കാർ ജോയിൻ ആവുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ജോയിൻ ആവാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം ഏതായാലും. നമ്മുടെ ഖലീൽ ഉസ്താദ് അവിടെ, മുആദ്, മുഹമ്മദ് നസീദ്, മുഹമ്മദ് ആർക്കാർ ഉണ്ട് ഉണ്ട്. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ഞാൻ ആമുഖമൊന്നും പറയാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതൊരു തികച്ചും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ്. അപ്പൊ നക്കിണിക്കൽ വേണ സമയത്ത് നക്കിണിക്കൽ എടുക്കണേ അതല്ലേ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. ഓക്കെ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. എന്നാണ് മേലെ നിങ്ങൾക്ക് ഹെഡിങ് തന്നതുപോലെ തന്നെ മനുഷ്യന്മാരുടെ മനസ്സ്, മൈൻഡ് ഉള്ള വിഷയത്തിലാണ് ക്ലാസ് എടുക്കുക ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, സ്വന്തം വിഷയങ്ങളുണ്ട്. അതിൽ 2 സബ്ജക്ട് മാത്രമേ ഞാനിപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് തരകൊണ്ടത്. അപ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും നിങ്ങൾ ചില ആൾക്കാരുടെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ടുള്ള ആൻസറുകൾ ആക്കാം. വായിസുകൾ കേട്ടോ ഉള്ളെങ്കിൽ ഒന്ന് കൈമേളാക്കിയെങ്കിൽ വരെ നല്ല വായിസ് ആരെല്ലാം കേട്ടോ ഉള്ളാർ ആകാം ഒന്ന് ചില ഓണാക്കി വെച്ചുകൊണ്ട് വെച്ച്. ആ യെസ്. ഓക്കെ. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. ഓക്കെ. മാഷാ അല്ലാഹ്. ഓക്കെ. അൽഹംദുലില്ലാഹ്. ഓക്കെ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങുകളെ സംബന്ധിച്ചിട്ട് എന്ത് നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്കിപ്പോൾ സ്വന്തം പുറത്തായും കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. എന്തിനാണ് ട്രെയിനിങ്? പല ആളുമാർക്കും കൊണ്ടില്ല ഈ ട്രെയിനിങ് കൊണ്ട് എന്തെല്ലാം ലാഭങ്ങളുണ്ട്, എന്തെല്ലാം മെച്ചങ്ങളുണ്ട് എന്ന ആളുമാർക്ക് കൊണ്ടില്ല. പ്രത്യേകിച്ചിട്ട് മനുഷ്യരുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഈ ബുദ്ധി ചൊല്ലത്, മൈൻഡ് ചൊല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊന്തിക്കും. അള്ളാഹു താല 3 വിഭാഗം സൃഷ്ടികളെയാണ് അള്ളാഹു താല സൃഷ്ടിച്ചത്. കറക്റ്റ് അല്ലേ? 3 വിഭാഗത്തിലല്ലാണ്ട് വേറെ ഒരു സൃഷ്ടികൾ അള്ളാഹു ബുദ്ധി കൊടുത്തിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ഒന്നാണ് അഖല് മാത്രം, ബുദ്ധി മാത്രം കൊടുത്തിട്ട് സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് അള്ളാഹുയുടെ മലക്കുകൾ. അപ്പോൾ അഖല് മാത്രമാണ് ആ മലക്കുകൾ ഉത്തരം. കാരണം അള്ളാഹു താല ചൊന്ന എല്ലാ കാര്യങ്ങളും കൽപ്പനാക്കുകയും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയും അള്ളാഹ് ചൊന്നതുപോലെ കേൾക്കുകയാണ് ഈ മലക്കുകളുടെ ഡ്യൂട്ടി. വേറെ ഒരു ചിന്ത ആ മലക്കുകൾ ഇല്ല. പക്ഷെ അതിൽ രണ്ടാമത്തേതാണ് ഞങ്ങൾക്ക് അള്ളാഹു താല ബുദ്ധിയും തന്നറ, ഷഹ്വത്തും തന്നറ. ഇതാണ് രണ്ടാമത്തെ ഒരു സൃഷ്ടി. അള്ളാഹു താലയുടെ രണ്ടാമത്തെ സൃഷ്ടി ചെന്നെങ്കിൽ ബുദ്ധിയും ഷഹ്വത്തും തന്നിട്ട് പഠിച്ചതായ മനുഷ്യവർഗം, ഉമ്മത്തൻ വസത്താൻ ചൊല്ല അല്ലെ. ഈ മനുഷ്യവർഗത്തെ അള്ളാഹു താല പഠിച്ചത് അങ്ങനെ ബുദ്ധിയും തന്നറ, ഷഹ്വത്തും തന്നറ. മൂന്നാമത്തെ ഒരു സൃഷ്ടിയുണ്ട്, ഷഹ്വത്ത് മാത്രം കൊടുത്തിട്ട് പഠിച്ച ഒരു സൃഷ്ടി. അതാണ് ആനിമൽസ്. നിങ്ങൾക്ക് അതിന്റെ അനാമുകൾ. ചിലപ്പോ മനുഷ്യന്മാർ ബലഹുമ അവല്ലുണ്ട് ഖുർആൻ തന്നെ സ്വന്തം. ചിലപ്പോ മനുഷ്യന്മാർ ആ ബുദ്ധി ഇല്ലാത്ത ജീവിനെ കാട്ടി അപ്പുറം അവിടെ. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അപ്പൊ ബുദ്ധി ഇന്ന ചില അനിമൽസ് ഉണ്ടല്ലേ, ബുദ്ധി ഇന്ന ചില നായി അതുപോലെ തന്നെ ഒരുപാട് പോലീസ് നായികളാവട്ടെ, അല്ലെങ്കിൽ ചില പയ്യങ്ങാവട്ടെ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ, അതൊക്കെ ബുദ്ധി ഉണ്ടല്ലേ? ഒരിക്കലും അത് ബുദ്ധിയുള്ള ജീവികൾ അല്ലേ അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല അങ്ങ് പടച്ചിരമേ അങ്ങനെ ഷഹവത്ത് കൊടുത്തിട്ട് മാത്രം. അതൊരു ട്രെയിനിങ് ചൊന്ന നിലക്ക് എന്താവും, ചില ആളുമാരെ കണ്ടെങ്കൊരു കുർത്ത കിട്ടുന്നത് ബുദ്ധിയും ചൊന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തീരുമാനിക്കുക ആവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിക്ക് ബുദ്ധിയില്ല ചൊല്ലേക്ക് ഒരു ചെറിയൊരു തെളിവാണ് നിങ്ങൾക്ക് ചൊല്ലുന്നത്. കാരണം എന്തായിരുന്നെങ്കിൽ ഇപ്പൊ നോക്കൊരു നായ
ആ നായ എന്താക്കട് ഇന്റർകോസ്റ്റൽ നടത്തറ്. അതായത് സംയോഗം നടത്തറ്. എവിടെയെങ്കിലും നായ പബ്ലിക് അല്ലാത്ത പ്ലേസിൽ പോയിട്ട് സംയോഗം നടത്തണം നോക്കിയാറാ നിങ്ങൾ? ഇല്ലല്ലേ. കാരണം എന്താ വെച്ചെന്നെങ്കിൽ നായക്ക് അള്ളാഹു താല കൊടുത്ത ബുദ്ധി അത്രയാണ്. അപ്പൊ മനുഷ്യന്മാരായ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളെ ബുദ്ധിയെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾക്ക് വലിയ ചർച്ച ഉള്ളത്. ഏറ്റവും വലിയ ചർച്ച ഉള്ളത് ഈ ബുദ്ധി ചൊന്നെങ്കിൽ എന്തരേണ്ടാണ്. പല ആളുമാർക്കും ഞങ്ങളെ മൈൻഡിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഗൊന്തില്ല. അതിൽ ചെറിയ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെറിയ നിലക്കാണ് ഈ ക്ലാസ് എടുക്കുക കൊണ്ടത്. കുറെ നേരം ക്ലാസ് എടുത്തെങ്കിൽ അത് ക്ലാസ് അവിടെ ഇല്ലെന്ന് വന്നില്ല. അപ്പൊ 3 വിഭാഗത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയ ഒന്നാമത്തത് ബുദ്ധി ഉള്ളത്, അതായത് ബുദ്ധി മാത്രം കൊടുത്തിട്ട് അള്ളാഹു താല കൽപ്പനക്ക് ആയ ആളുമാരാണ് ആര്? മലക്കുകൾ. അള്ളാഹ് എന്ന എല്ലാ കാര്യങ്ങളും സൈഡനിക്കത്തെ വിഭാഗമാണ് മലക്കുകൾ. രണ്ടാമത് ഞാൻ ചൊന്നത് ബുദ്ധിയും ഷഹ്വത്തും കൊടുത്തിട്ട് അള്ളാഹു താല ഉണ്ടാക്കിയ രണ്ടാമത്തെ സൃഷ്ടിയാണ് മനുഷ്യന്മാർ, നങ്ങ. ഉദാഹരണത്തിന് നങ്ങ. മൂന്നാമത്തേത് ഷഹ്വത്ത് മാത്രം കൊടുത്തിട്ട് അള്ളാഹു താല പഠിച്ച ഒരു വിഭാഗമാണ് അൻആമുകള്, അനിമൽസ്, അല്ലെ? ഇത് ഷഹ്വത്ത് മാത്രമാണ്. അള്ളാഹു താല അയ്യസ്തക്ക് കൊടുത്തിട്ട് ഷഹ്വത്ത് മാത്രമാണ്. ബുദ്ധി ചൊല്ലത് ഒന്നോ രണ്ടോ ജീവികൾക്ക് അത് ബുദ്ധിയല്ല, അത് ആളുമാറ് കൊടുത്ത ട്രെയിനിങ് പ്രകാരം പോണ്ട ഒരു അവസ്ഥ മാത്രമാണ്. ഇനി ബുദ്ധിജീവികളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു താല ചൊല്ലത് കണ്ടല്ലേ? എന്തെങ്കിൽ അൻആമുകൾ, അതായത് ഷഹ്വത്ത് മാത്രം കൊടുത്ത അൻആമുകളായിട്ട് ചിലപ്പോ മനുഷ്യന്മാരാവുന്നത് ബൽഹും അവല്ലുണ്ടാണ് ഖുർആനിൽ ചൊന്നത്. അത്രക്കും മനുഷ്യന്മാർ എന്താക്കാറ് എത്തിപ്പെടാറ്. എന്താണ് അതൊക്കെയുള്ള കാരണം? ഈ ബുദ്ധി ഞങ്ങളുടെ പല ജാതിയാണ്. മനുഷ്യന്മാർക്ക് 6 ടൈപ്പിടെ ബുദ്ധികളുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഗ്രേറ്റസ്റ്റ് മാലിം ഗ്രൂപ്പിൽ തന്നെ 6 മൈൻഡുകളെ സംബന്ധിച്ച് ചൊന്നത്. അതിലിപ്പോ നാളെ ചർച്ച ആക്കുന്നത് കേവലം 2 മൈൻഡുകളെ മാത്രമാണ്. അത് എവിടേക്ക് എത്തില്ല ഈ അരഗಂಟೆല്. ഏതായാലും ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചയാക്കാം. അതില് ഒന്നാമത്തേത് ബോധ മനസ്സും ഉപബോധ മനസ്സും. കോൺഷ്യസ് ഞങ്ങൾ ചൊന്ന സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ ഞങ്ങളുടെ മൈൻഡ് കോൺഷ്യസ് മൈൻഡും ചൊല്ലത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചൊല്ലത് എന്താണ്? ഇപ്പൊ ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് കൊണ്ടുണ്ടാ? നിങ്ങൾ ആരെങ്കിലും കേട്ടറാ? ഇതിലിപ്പോ ഡിഗ്രി ആക്കി കൊള്ളാറല്ലോ, ഒന്നും വായിച്ചത് പറ. സബ് കോൺഷ്യസ് മൈൻഡ് ചൊന്നെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുണ്ടാ? ചെല്ലം ആർക്കെങ്കിലും ഒരാളുകൾ നിങ്ങൾ കേട്ടോളാറാന്ന് കൊണ്ടാണ്. ഞങ്ങളെ മൈൻഡ് ഇപ്പൊ 6 ടൈപ്പിടെ മൈൻഡ് ഉണ്ട്. അതിലിപ്പോ 2 ടൈപ്പിടെ മൈൻഡിനെ സംബന്ധിച്ചിട്ട് മാത്രമാണ് മനസ്സിച്ചുള്ളതും ഉദ്ദേശിക്കുന്നത്. അതില് സബ് കോൺഷ്യസ് മൈൻഡ് ചൊന്നെങ്കിൽ ആർക്കെങ്കിലും ചൊല്ലത് സാധ്യത? ഇല്ല, നിങ്ങൾ ചൊല്ലറ് ഞങ്ങൾ കേൾക്കടാണ്ട. അങ്ങനെ ആയിട്ടിരിക്കും അല്ലെ? ഓക്കെ, ഇൻഷാല്ല. ചൊല്ല. ഈ മനുഷ്യന്മാരുടെ ബുദ്ധി 6 ടൈപ്പുകളാണ്. 6 ടൈപ്പിടെ ബുദ്ധികളാണ് മനുഷ്യന്മാർക്ക് ഉള്ളത്. ഞങ്ങളുടെ തലയിൽ ഫീഡ് ആയിട്ടുള്ള ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചൊന്നെങ്കിൽ. അതായത് ഞങ്ങൾ ചെറിയിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എന്തായാലും അങ്ങനെ ബാക്കിയായിരുന്നു. ആ കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ബാക്കിയായ കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളത്. ഉദാഹരണത്തിലുള്ള നിങ്ങൾക്ക് ഉദാഹരണം ചൊല്ലുമ്പോൾ ക്ലിയർ ആയിട്ട് അർത്ഥാവും. പേടി. ചില ഒരുപാട് മനുഷ്യന്മാർക്ക് ഉള്ളതാണ് പേടി. എല്ലാ വിഷയങ്ങളും ഓരോന്നായിട്ട് ഞങ്ങൾക്ക് എന്താക്കുക ഉള്ളത് ചൊന്നോട്ടു. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആയത് കൊണ്ടിട്ട് എല്ലാം ഓരോന്നായിട്ട് ചൊന്ന വിശദീകരിക്കുക ഉള്ളത്. ഈ പേടി ചൊല്ലത് എവിടെ നിന്ന് വന്നതാണ്? പേടിപ്പെടുത്തുക ചൊല്ലത്. അതുപോലെ തന്നെ വാശി, ഭയങ്കരമായ വാശി. വാശി ചൊന്നെങ്കിൽ ചൊന്നത് തരില്ല. ചില മനുഷ്യന്മാർക്ക് അർത്ഥം വന്നിട്ട് കണ്ടെങ്കിൽ ಇನ್ನೊರ್ತರೆ പിടിച്ച് തിന്നാണ്ടാവും. അത്തരം അർത്ഥമുണ്ട്. വാശി അർത്ഥമുണ്ടല്ലോ ഒന്നിലെ കണക്ക് കൂട്ടാം. പിന്നെ ഒന്ന് ഷൗട്ടിങ്, ഭയങ്കര ശബ്ദമായിട്ട് എന്ത് കിട്ടുമെങ്കിൽ ഷൗട്ടിങ്, ഭയങ്കര അഗ്രസീവ് അവിടെ ഷൗട്ടിങ്, ഭയങ്കര ശബ്ദമായിട്ട്. പിന്നൊന്ന് എന്താ ചൊന്നെങ്കിൽ തൊട്ടേക്ക് പിടിച്ചേക്ക് ടെൻഷൻ ആക്കിയുള്ളത്. എല്ലാத்துக்கும் ബേജാറ്. ഓരോ ടെൻഷൻ തീരുകയേ ഇല്ല. തൊട്ടേക്ക് പിടിച്ചേക്ക് ബേജാറാക്കിയുള്ളത്. പിന്നെന്താ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങളെ മൈൻഡ് കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ എഡിറ്റ് ആയിട്ട് വെച്ചതാണ്. ഒരു ഉദാഹരണത്തില്ല, ഞങ്ങളെ സ്വന്തം മക്ക അല്ലെങ്കിൽ ഞങ്ങമേ ഞങ്ങളെ ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ടിട്ട് പഠിച്ചതാണ്. ഞങ്ങളെ ഉമ്മ ബാപ്പ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും ഞങ്ങൾ. എങ്ങനത്തെ എല്ലാ മക്കളും അങ്ങനെ, നിങ്ങൾ പടിപാട്ടുള്ള മക്കളും അങ്ങനെ. ആ മക്കളെ ഉമ്മ ബാപ്പ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഞങ്ങളെ എല്ലാ മക്കളും. പിന്നെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കണോ എങ്ങനെ ചെന്നെങ്കിൽ ആണുമക്കളെ ബുദ്ധിയും പെൺമക്കളെ ബുദ്ധിയും ഒരുപോലെ അല്ല. അതൊക്കെ കുറെ ഡിഫറൻസ് ഉണ്ട്. എങ്ങനെ ചെന്നെങ്കിൽ
ഇപ്പൊ 1ാം ക്ലാസ്സിക്ക് ഒരു ആൺകിടാവുടെ செயற்பாடு. അതായത് ആൺകിടാവുക്ക് 6 വർഷമായിട്ട് ഇക്കട്, പെണ്ണ് കിടാവുക്കും 6 വർഷമായിട്ട് ഇക്കട്. 1ാം ക്ലാസ്സിൽ ആൺകിടാവുടെയും പെണ്ണ് കിടാവുടെയും 1ാം ക്ലാസ്സിക്ക് செயற்பாடு ചിലപ്പോ ഈ ആൺകിടാവുടെ വയസ്സ് 6ആയിട്ടുണ്ടെങ്കിലും ആ കിടാവ് 2 വർഷം കീഴിലിക്കട്. അതായത് ഞങ്ങളെ തിങ്കിങ് മൈൻഡ് 2 വർഷം കീഴാണ്. 6 വർഷത്തെ പെണ്ണ് കിടാവുടെ മെച്ചൂരിറ്റി ഈ കിടാവുക ആൺകിടാവുക ഇക്കില്ല. അതുപോലെ 30 വർഷത്തെ ഒരു ആണെന്ന് കണ്ടെങ്കിൽ அவனுக்கு அவனுடைய ஏஜுக்கு அதாவது பிரெயினுக்கு ஏகദേശം சைக்காலஜி சொல்றது 6-7 வருஷത്തെ ഡിഫറൻസ് ഇക്കട്. നിങ്ങൾ നോക്കിയിട്ടില്ലേ 30 വർഷത്തേക്കും കളിക്കടാറിപ്പ ക്രിക്കറ്റ് കളിക്കടെ, 40 വർഷത്തേക്കും കളിക്കടെ, കളിയേ കളി, മക്കളെ കളി. ചില ആളുകളുടെ മക്കളെ ബുദ്ധി വിട്ടിട്ടേ ഇല്ലേ. കാരണം ചില ആളുമാരുടെ മൈൻഡ് അങ്ങനെ, ചില ആളുമാരുടെ ബ്രെയിൻ വർക്ക് ആക്കുന്നത് അങ്ങനെ. അപ്പൊ ഞാൻ ചൊന്നോട്ട് പറഞ്ഞത് ഒരു മനുഷ്യടോ ഉപബോധ മനസ്സ് എപ്പോഴാണ് ആക്റ്റീവ് ആവുകയെന്ന് ചൊല്ലിയതാണ് എൻ്റെ നാണിപ്പോ പറഞ്ഞത്. അതാണ് ഒരു മനുഷ്യക്ക് ഉപബോധ മനസ്സ്, ആ മനസ്സ് എപ്പോഴാണ് ആക്റ്റീവ് ആവുക ചൊല്ല വിഷയത്തിൽ. അതായത് ഒരു മനുഷ്യരുടെ പേടി, ഇപ്പൊ പേടിയില്ലാത്ത ആരെങ്കിലും പറയാം ലോകത്തിൽ എത്ര നല്ലവൻ എത്ര വലിയവനായെങ്കിലും പേടിയില്ലാത്തവന്റെ തേടുകുഞ്ഞുങ്ങളെ കൊണ്ട് സാധ്യമേ ഇല്ല. ഉദാഹരണക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം ഗാഡിയിൽ ഇങ്ങനെ പോയോണ്ടുള്ളാണ്ട് വിചാരിക്കണം. ഞങ്ങളെ സ്വന്തം ഗാഡിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴത്തേക്കും എതിരിൽ ഒരു പോലീസിന്റെ ഗാഡി കിട്ടും. ബട്ട് ഞങ്ങളെ ഗാഡിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അങ്ങ് കിട്ടിയിട്ടാകുമ്പോൾ എത്ര വലിയ മെച്ചോറിറ്റി ഉള്ളവനായെങ്കിലും സ്കൂൾ ഡിഗ്രി ആക്കിയവനായെങ്കിലും എത്ര വലിയവനായെങ്കിലും ഓർക്കവന്റെ മനസ്സിലെന്താവും ഈ പോലീസ് ചൊല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പേടി. പേടിച്ചല്ല റബ്ബേ, എന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും ചൊല്ലമ്മ എന്തുകൊണ്ടായിരിക്കും ഈ പോലീസിന്റെ കണ്ടെങ്കിൽ ഭയങ്കരമായ പേടി എന്തുകൊണ്ടായിരിക്കും? ഒരാൾ ചെല്ലൊരു ഭാവാ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ആക്കി. ജസ്റ്റ് ഗാഡിയിൽ ഞങ്ങൾ പോയിട്ടാകുമ്പോഴത്തേക്ക് എതിരില് പോലീസ് അങ്ങ് കിട്ടിയിട്ട് പോലീസ് കിട്ടിയിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് പേടി അവിടെ ഇല്ലേ? അതെങ്കിലും ഒന്ന് മെസ്സേജ് ആക്കി. അവിടെ അല്ലെ, എന്തുകൊണ്ടിട്ടായിരിക്കും ആ പോലീസ് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പേടി? മാഷാ അല്ലാ, കറക്റ്റ് ആണ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. വേറെ തെരിയയില് ഞങ്ങൾ ഉത്തര ഉമ്മമാര് ചൊല്ലുന്നത് ഇതാ, ചോറുണ്ടില്ലെങ്കിൽ നിന്റെ എന്താക്കടെ പോലീസ് കൊടുക്കണേ, അല്ലെങ്കിൽ പോലീസ് ആണെങ്കിൽ ഭയങ്കര ഈ പേടി ഞങ്ങളെ ഉപബോധ മനസ്സിലുണ്ടായില്ല, അതങ്ങനെ ബാക്കി. ആ പേടിയാണ് ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങൾ പുറത്ത് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ മനസ്സുണ്ടാവും ആക്റ്റീവ് ആവും. രണ്ടാമതായിട്ട് ആക്റ്റീവ് ആയിട്ടാകുമ്പോഴത്തേക്കും ഈ പേടി പണ്ട് ഞങ്ങളെ ഉമ്മ പടിപാട്ടിയ ആ പേടി ഉണ്ടല്ലേ, ഞങ്ങളുടെ മൈൻഡിൽ അത് അങ്ങനെ ഉണ്ട്, ബോധ മനസ്സിൽ അങ്ങനെ ഉണ്ട്. ആ മനസ്സിൽ അങ്ങനെ ഉണ്ടായ പേടി ആ പോലീസിനെ കാണുമ്പോൾ അത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയിട്ടാകുമ്പോഴത്തേക്കും റബ്ബെ പെട്ടിത്തല്ലേ ഞങ്ങൾക്ക് വേർക്കോറ ഞങ്ങളുടെ അപ്പളാണ്, ഞങ്ങളെ പേടികൾ പുറത്ത് പണ്ട് അപ്പളാണ്, ഞങ്ങളുടെ മൈൻഡ് ഫുള്ളായിട്ട് വർക്കാക്കുക കൊടുക്കണ അപ്പളാണ്, ഞങ്ങളുടെ ഉപബോധ മനസ്സ് യഷറത്താവിടെ അപ്പളാണ്. അപ്പൊ ആ പേടിക്കുള്ള പരിഹാരം എന്തേ? ഒന്നാമത് ആ പേടി. രണ്ടാമത് ചില ഷൗട്ടിങ് ഇടാറ്, നിങ്ങൾ നോക്കിയാറാ ഒന്ന് രണ്ടുക അഗ്രസീവ് ആവിടെ പേടിക്കല്ല ബൊബ്ബയിടത്. ഇത് എപ്പോഴാണ്, ഇത് എവിടെ ആയിട്ട് ഫീഡ് ആയിടെ? അതായത് ഞങ്ങൾ ചെറിയ സമയത്ത് നിങ്ങൾ മകത്തില്ലണക്ക് നിങ്ങൾ ചെറിയിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ സമയത്തിൽ ഞങ്ങള് ഉമ്മയുടെയും ബാപ്പയുടെയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു വസ്തു ബാപ്പ ഉമ്മട്ട കൊണ്ടുവന്ന് ചൊല്ലും, ബാപ്പ എന്താക്കടെ ഒരു വസ്തു കൊണ്ടുവന്ന് ചൊല്ലും. ഉദാഹരണക്ക് ചായത്താടി ചൊല്ലും. അപ്പൊ ഉമ്മ എന്താക്കടെ കേട്ടിട്ട് കേൾക്കാത്തവരെ മുണ്ടതയ്ക്കട്. രണ്ടാമത് ഉമ്മറട്ടി ബാപ്പ വിളിക്കറ്, ഏയ് ചായത്താടിയും. രണ്ടാമത് വിളിച്ചിട്ട് കേട്ടിട്ട് രണ്ടാമതും ഉമ്മ മുണ്ടാണ്ട് വെച്ചിട്ട് മൂന്നാമത് എന്താക്കിട്ട് ബാപ്പ ഒരു സൗണ്ട് ഇട്ടത്, ഇതിന്റെ കാത് മുട്ടിയിരടി ചായതാടിയും. ഇതിപ്പോ നിങ്ങൾക്ക് എന്താക്ക പേരൻസ് മീറ്റിംഗിലെല്ലാം ചൊല്ലണായ വിഷയങ്ങളാണ് ഇത്. മൂന്നാമത് ഈ ഷൗട്ട് ഇട്ടിട്ട് ബൊബ്ബ ഇട്ടിട്ട് മൂന്നാമത് ബാപ്പ ചൊന്നിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ വേഗം എന്താക്കട ആ ചായത്തെ ഗ്ലാസ് എടുത്തോണ്ട് ഓടിയ വന്നിട്ട് റപ്പ കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഇതിന് നോക്കിയോണ്ടുള്ള ചെറിയ മക്ക, ഇത് നിങ്ങാവണോട്ടില്ല, ചിലപ്പോ നിങ്ങളെ മക്ക എങ്കിലും അതേപോലെ. ഇത് പ്രത്യേകിച്ചിട്ട് പേരൻസ് ക്ലാസ്സുകളിൽ നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഇതിന് മക്ക വേഗം ക്യാപ്ചർ ആക്കണം. അത് ഞങ്ങളെ ഉപബോധ മനസ്സിൽ പോയിട്ട് നിൽക്കരുത്. ഏതെങ്കിലും ഒരു വസ്തു കിട്ടണമെന്ന് കണ്ടെങ്കിൽ ഷൗട്ട് ഇടണോണ്ട് ആ മക്കളെ മനസ്സിലുണ്ടാവുന്നത് അതങ്ങനെ ബാക്കിയാവും. സോ ഈ ഇതേ മക്ക ബലിയായാലും പിന്നെ തന്റെ വൈഫിനൊട്ടിಗೆ ആക്കുന്നത് ഫസ്റ്റ് ബാപ്പാക്കിയതല്ല, മെല്ലെ കേട്ടതുമല്ല,
രണ്ടാമത് കേട്ടതും അല്ല, മൂന്നാമത്തേതാണ് യൂസ് ആക്കണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ದಿ ಸ್ಪಾಟ್‌ಲ್ എന്താവಡು ಮಕ್ಕಳು ಗೊಂತಾವಡು ಬಾಪ ಗೊಂತಾವಡು ಈ ಬೊಬ್ಬೆ ಇಟ್ಟೇನು ಗಂಟೆಗಳು ಮಾತ್ರ ಇದಂದಾವಡೆ ಕಿಟ್ರೇನ್ ಅರ್ಥ ಆಯ್ತಾ ನಿಂക്ക് ഇപ്പൊ ഞാൻ ചൊല്ലത് നിങ്ങൾക്ക് തലക്ക് പോയോണ്ടുണ്ടാ ഷൗട്ടിങ്. ഈ ഷൗട്ടിങ് എന്താവണം ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരു തെരുവായിട്ട് പണ്ട്. അതുകൊണ്ടിട്ടാണ് ഷൗട്ട് മക്കളെതിരിൽ ചോറ് ബൊബ്ബെട് കുത്തീരാൻ ചൊല്ലത്. കാരണം ഈ ഷൗട്ടിങ് ഞങ്ങൾ എന്താക്കണം, ഞങ്ങളെ കൽബുക്ക് പോയിട്ട് അതങ്ങനെ ബാക്കിയായത് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ആരെ കണ്ടെങ്കിൽ എന്തൊരു വസ്തു കിട്ടിയെങ്കിലും അഗ്രസീവ് ആയിട്ട് ಬೇಗ ಅದು ನಂಗೆ ಸಿಕ್ಕುಂಡು ಕಂಡೆಂಗ್ ನಂಗೆ ಆ ಕಡೆ ಸರೆಂಡರ್ ചെയ്യുന്നെങ്കിൽ ഷൗട്ടിങ് ചോറ് ബൊബ്ബെട്രെ. ചില ഉമ്മമാർക്കും അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൗട്ടിങ് ആക്കുമ്പോഴത്തേക്കും മക്കളെ ബ്രെയിനിന് വലിയൊരു അടി കൊള്ളുണ്ടാണ് സൈക്കോളജിസ്റ്റ് ഉള്ളത്. കാരണം ചെറിയ മക്കളാണ്, പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലെ മക്കൾക്ക് പിടിപാട്ടുള്ള ഉസ്താദന്മാർ, രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പിടിപാട്ടുള്ള ഉസ്താദന്മാർ നിങ്ങൾക്ക് എത്ര പേർ എത്ര സ്നേഹത്തിലൂടെ പഠിപ്പിക്കാം. ഷൗട്ട് ഇട്ടേണ്ട് കണ്ടെങ്കിൽ ഒരിക്കലും ആ കിടാവുക നിങ്ങൾ പഠിപ്പാട്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക സാധ്യമേ ഇല്ല. അതുകൊണ്ടിട്ട് നല്ല മയമായ നിലയിൽ ഞങ്ങളെ മനസ്സിൽ എടുക്കുക ആവുടെ രൂപത്തിലായിരിക്കുക നിങ്ങളെ ക്ലാസ്സുകൾ. ಸೊ ನಂಗೆ ಆ ಕಡೆ ಎಂದ್ರೆ വെച്ചിട്ടുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്തത് ബൊബ്ബെಡ್ರೆ കളിച്ചിട്ട് ഷൗട്ട് ചെയ്തത് ಇದನ್ನ ಆ ಕಡೆ അവിടെ മനസ്സിൽ പേടി വെച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ബാപ്പ ചെന്നെങ്കിൽ പേടി സ്വപ്നാക്കിയിട്ട് വെച്ചിട്ടിക്കട. ഇപ്പല്ല, മുന്നോത്തെ കാലഘട്ടം അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഉമ്മമാർക്ക് ഈ മക്കൾക്ക് ബാപ്പ ചെന്നെങ്കിൽ ഉമ്മലാണ്ട് ಯಾರ ದಿವಸಾയി പോയത് അത് എന്താ ಗೊತ್ತಿಲ್ಲ, സൈക്കോളജി ഉൾട്ട തിരിഞ്ഞു. ഏഹ് ബാപ്പ ചെന്നെങ്കിൽ ഭയങ്കര വിരുത്താണ്. പണ്ട് ഒരു കാലം എനിക്ക് എന്ത് തപ്പാക്കി വെച്ചിട്ട് ബാ നീ അങ്ങനെ ആക്കിയല്ലേ ബാപ്പയുടെ ചൊന്ന് കൊടുക്കടാവാ, ഇങ്ങനെ ആക്കിയല്ലേ ബാപ്പയുടെ ചൊന്ന് കൊടുക്കടാവാ, ನೀನು சொன்ன പോലെ കേട്ടിട്ടില്ലല്ലേ ബാപ്പയുടെ ചൊന്ന് കൊടുക്കടാവാ, നീ സ്കൂൾ ഹോം വർക്ക് ആക്കിയിട്ടില്ലല്ലേ ബാപ്പയുടെ ചൊന്ന് കൊടുക്കടാവാ, ബാപ്പയുടെ ചൊന്ന് കൊടുക്കടേ ബാപ്പയുടെ ചൊന്ന് കൊടുക്കടേ ബാപ്പയുടെ കണ്ട സ്ഥലത്തേക്ക് പിലിയാണ്ട് എനിക്ക് ആക്കിയെന്നാണ്. കാരണം ഞങ്ങളെ മനസ്സിൽ ബാപ്പ ചൊല്ലത് വലിയൊരു പേടി സ്വപ്നമായിട്ടുണ്ട്. ഇപ്പോഴും ആ ബാപ്പയുടെ കണ്ടെങ്കിലും സ്വപ്ന പേടിയാവും ചില മക്കളുള്ളാർ ഉള്ളാറായില്ലേ? കറക്റ്റാ അല്ലേ? അല്ലേ? ഏഹ് ഇപ്പോഴുള്ള കറക്റ്റാ. ഓക്കെ. ഇപ്പോഴുള്ളവർ വാപ്പ ചൊന്നെങ്കിൽ ഭയങ്കര പേടി. ഈ പേടിയുള്ള കാരണം എന്തരെ ഈ ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉമ്മ ഇട്ട് തന്നതാണ്. ബാപ്പ ചൊന്നെങ്കിൽ ഭയങ്കര ഒരു പേടി സ്വപ്നമായ ഒരാളുണ്ട് ഞങ്ങൾ വിചാരിച്ചിരും. സോ ബാപ്പ ഒരിക്കലും അത്തരത്തിലുള്ള ആള് അല്ലാന്ന് ചൊന്നിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഉമ്മമാർക്ക് ചൊന്നു കൊടുക്കണേ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ എന്താക്കണം ചൊന്നു കൊടുക്കണേ, ബാപ്പ ഞങ്ങളെ സംരക്ഷണ ആക്കണ ആളാണ്. ഞങ്ങൾ എന്ത് ചൊന്നെങ്കിലും ബാപ്പ എന്താക്കട്, ഞങ്ങളിപ്പോ ഞങ്ങളുടെ സ്വന്തം മക്കൾ കണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മക്കളെ തപ്പ് കണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ മക്കൾക്ക് അടിക്കലല്ല, എന്തിനാണ് ആ തപ്പ് ചെന്നിട്ട് നിങ്ങൾ എന്താക്കണം അതിലെ തപ്പുടെ കാരണം എന്തിനെന്ന് കണ്ടുപിടിക്കണം, സബബ് എന്തിനെന്ന് കണ്ടുപിടിക്കണം. നിന്റെ മോന് ഇന്നൊരുത്തക്ക് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കിടാവ് ഇന്നൊരു കിടാവ് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് പറയുകയുള്ള കാരണം എന്തേ എന്തായിരിക്കും കാരണം? ചിലപ്പോൾ അവൻ ഉപ്പത്തറാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അടിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പെൻസിൽ കട്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ബാഗ് പിടിച്ച് പറിച്ചതായിരിക്കും. ഓൺ ദ സ്പോട്ടിൽ ഈ കിടാവ് ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് പറയടേക്കും മുന്നോട്ട് എന്താണ് ഈ കിടാവ് പറയുകയുള്ള കാരണം ചെന്നിട്ട് കണ്ടുപിടിക്കുക തീരണോ. എന്നാൽ മാത്രമേ നിങ്ങൾ ഒരു നല്ല അധ്യാപകരായിട്ട് ആ കിടാവിടെ മുന്നോട്ട് കാണുക സാധിക്കുന്നത്. പണ്ട് അടിച്ചിട്ട് പരിപാടിയല്ലോ ഉസ്താദ്, ഇപ്പൊ അടിക്കാണ്ട് പരിപാടണമെന്ന് ചൊല്ലാറല്ലേ? അതെ, അങ്ങനത്തെ ഒരു കാലം ഉണ്ട്. ഇപ്പൊ അടിച്ചെങ്കിൽ ജയിലിൽ ദയിക്കോ തീരുവാ അടിക്കുന്നതല്ലേ? അല്ലെന്ന് കണ്ടെങ്കിൽ അടിക്കാണ്ട് ഹിക്മത്തോടു കൂടെ പഠിപ്പാട്ടുക ഞങ്ങൾക്ക് സാധിക്കണം. സോ ഞാൻ ചൊന്നോട്ട് വന്നത് ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ ചില കാര്യങ്ങൾ ഫീഡായിട്ട് വെച്ചത് ചിലപ്പോൾ അതുണ്ടാവും ആക്റ്റീവ് ആവിടും. ഇപ്പൊ ഞാൻ ചൊന്നല്ല നേരത്തെ ബാപ്പ ചൊല്ലുമ്പോഴത്തേക്ക് പേടി, പോലീസ് രംഗം ചൊല്ലുമ്പോഴത്തേക്കുള്ള പേടി. പിന്നൊന്ന് ചില ആളുമാർക്ക് ചിന്നൽ നടക്കുന്നത് ഭയങ്കര പേടിയാണ്. ചിന്നല് നടക്കരുത് ഭയങ്കര പേടി ഒക്കെ അല്ലേ? ചിന്ന ചൊന്നെങ്കിൽ ചിന്നല് നടക്കരുത്. ചില ആൾമാർക്ക് അങ്ങനത്തെ പേടിയേ ഇല്ല, അത് വേറെ വിഷയം. പേടി ഇല്ലാത്ത ചെന്ന അളിക്കുവാർ ചിന്നൽ നടക്കണേ നിങ്ങൾ പേടി അതെന്തേ? അത് ചെറിയതിൽ എപ്പോഴെങ്കിലും ഒരുക്ക ഉമ്മ എന്താക്കിയിട്ട് ചിന്നായ സമയത്തിൽ ഞങ്ങൾ പേടി പാടിയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളെ ദർശിക്കുന്ന സമയത്തിൽ ഞങ്ങളെ ചങ്ങായിമാർ പേടി പാടിയിരിക്കുവാറ്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയപ്പോ ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ടാകുമ്പോൾ അവർക്ക് പേടിച്ചതായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളത്, ചില ആൾമാർ അനുഭവിച്ചുകൊണ്ടുള്ളത്. സിനിമ ചൊന്നുകേട്ട് ഭയങ്കരമായ പേടി. ഇതൊക്കെല്ലാത്തത് കാരണം ഞങ്ങളെ ഉപബോധ മനസ്സായിട്ടേക്കട് ഞങ്ങളെ മനസ്സിൽ അത് ഫീഡായിട്ട് വെച്ചത് കൊണ്ടിട്ടായിട്ടേക്കട് ഈ പേടി ഇങ്ങനെ ബാക്കിയായത്. ചില ആൾമാർ നോക്കാറും നല്ല കിതാബ് തരും, നല്ല തെരീസിലും നല്ല തെരിയും, എങ്ങനെ അർത്ഥം വെക്കും തെരിയുടെ ആൾമാർ. ബട്ട് ആൾമാർ എതിരിൽ പോയിട്ട് ക്ലാസ് എടുക്കുക തരില്ല. സ്റ്റേജ് ഫിയർ ചൊല്ലാറ് ഭയങ്കര പേടി, സഭാ കമ്പന ചൊല്ലേ, നാലാളുടെ എതിരിലും മുണ്ടൊക്കെ പേടിക്കടേ, അങ്ങനത്തെ ആൾമാരില്ലേ?
നല്ല ತೆರಡ ಆಳ್ಮಾರು ಒಟ್ಟು നല്ല ಕಿತಾಬ್ എടുക്കുക ಕಿತಾಬ್ ಓದುಗು ಕಿತಾಬ್ ಅರ್ಥ ವಹಿക്കുക ಎಲ್ಲത്തിലും നല്ല ഉഷാറ് ബട്ട് നാലാളിലെ മുന്നുള്ളത് ഇച്ചിരി പൽക്ക വരെയാകും പേടി ഇതെന്തായിരിക്കും കാരണം ಇದಕ್ಕೆ ಕಾರಣ നിങ്ങൾ ചൊല്ലാറാ ഇപ്പൊ നോക്കൂ എത്രയോ ആൾമാര് വീഡിയോമേ ഓപ്പൺ ആക്കിയിട്ടില്ല അത് സ്റ്റേജ് ഫിയർ ഓക്കെ വീഡിയോമേ ഓപ്പൺ ആക്കാണ്ടിരുന്നതും ഒരു സ്റ്റേജ് ഫിയർ ആണ് കാരണം എന്ത് മുഖം കണ്ടുപോകും അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഫിയർ ആയിരിക്കും ഈ സ്റ്റേജ് ഫിയർ ಬಂದದ್ದು എപ്പാണ് ചെന്നെങ്കിൽ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ മൈൻഡിൽ ഞങ്ങൾ ഫീഡാക്കി വെച്ചറ സോ നാണും പൽക്കറിഞ്ഞെങ്കിൽ തപ്പി പോകും ഓക്കെ പല സ്ഥലങ്ങളിലും നോക്കറോ എവിടെ നിന്നെങ്കിലും ദ്വാരക്കൊക്കെ പോലും ഞങ്ങൾ കേൾക്കില്ല നിങ്ങൾ ദ്വാർക്കോ നിങ്ങൾ ദ്വാർക്കോ നിങ്ങൾ ദ്വാർക്കോ കാരണം അത് ഒരു സ്റ്റേജ് ഫിയർ ആണ് ചിലപ്പോ ബഹുമാനിച്ചിട്ട് ഒരാൾമാരുണ്ടാവും തപ്പിപ്പോവും ചൊല്ലൊരു പേടി എങ്ങനെയാണ് ഈ സ്റ്റേജ് ഫിയർ വന്നത് ഈ സ്റ്റേജ് ഫിയർ ആണ് ഞങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ എടുക്കണത് കാരണം ഞങ്ങളെ എല്ലാത്ത സ്റ്റേജ് ഫിയർ എടുത്തെന്ന് കണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പറക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് ഫീഡായിട്ട് വെച്ച ഞങ്ങളുടെ ഉപബോധ മനസ്സിൽ ഫീഡായി വെച്ച കാര്യങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി സമാക്കുകയാവില്ലേ അവർ ಖಂಡಿತമായിട്ടാവും ಅದಕ್ಕೆ ഞങ്ങൾക്ക് മനസ്സ് വേണമെന്ന് മാത്രം ഒറ്റയടിക്ക് സമാക്കുക സാധ്യമില്ല ചില ಟೈಮ್ എടുക്കും പക്ഷെ ಸರಿಯಾക്കുക ആവിടും മാനസിക തജ്ഞന്മാർ സൈക്കോളജിസ്റ്റ് എല്ലാം ചൊല്ലത് അങ്ങനെ കാരണം സ്റ്റേജ് ഫിയർ ചൊല്ലത് ചിലപ്പോ ഞങ്ങൾ സമാജത്തിൽ പ്രസംഗിക്കുമ്പോഴത്തേക്ക് പാതില് അല്ലെങ്കിൽ വേണ്ട ഒരു 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ പാട്ട് പാടിയതായിരിക്കും പാട്ട് പാതില് തപ്പിട്ട് ഉണ്ടാക്കിയിട്ട് സീത വന്നിട്ടാകുമ്പോ കീഴിൽ നിങ്ങൾ എല്ലാവരും ചിരിച്ചാറ് ടക 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 ചിരിച്ചാറ് ചിരിച്ചിട്ടാകുമ്പോ അണ്ട് തെച്ച ആ പേടി ഇന്തും പോയിട്ടില്ല അല്ലെങ്കിൽ പ്രസംഗ വീട്ടത്തേക്ക് പോയപ്പോ ഒന്ന് രണ്ട് തപ്പിട്ടാകുമ്പോഴത്തേക്കും ബാക്കി നിങ്ങൾ ചിരിച്ചാറ് തമാശാക്കാറ് പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല അല്ലെ അങ്ങനെയല്ലേ സ്റ്റേജ് ഫിയർമണ്ടേ ഒക്കെ അല്ലേ സോ അതുകൊണ്ടിട്ടായിരിക്കും ഞങ്ങൾ സ്റ്റേജ് ഫിയർ അങ്ങനെ ബാക്കിയായത് സോ അതാണ് ഞങ്ങൾ നിന്നിട്ട് ഇല്ലാണ്ടാക്കാനായത് ಅದಕ್ಕುള്ള ഒരേ ഒരു മാർഗം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്വന്തം ഈ സ്റ്റേജ് ഫിയറുകൾ ಬರುಂಬತ್ತಿಗೂ എല്ലാ ಬರುಂಬತ್ತಿಗೂ ನಂಗೆ ಹಾಕನಾಯ ഒരു കാര്യം എന്താ വെച്ചുണ്ടെങ്കിൽ ഐ എം ഓക്കെ തപ്പിയെങ്കോ തപ്പട്ടു തപ്പിയെങ്കല്ലേ തപ്പിട്ടല്ലേ പിന്നെ സമാവിടെ തപ്പിയെങ്ക എന്താ ആവുകില്ലല്ലേ ഞാൻ ഒരു അനുഭവം ചെല്ലാണ് ബേക്കൽ ഉസ്താദ് കാളിയായിട്ട് മഹലുടെ റംഗിനക്കര മഹലിൽ ನಾನು ഖതീബായിട്ട് സേവനാക്കിയത് അപ്പോൾ ഷെയ്ഖുന ഉസ്താദാണ് അവിടെ കാളിയായിട്ടുള്ള മഹല് ഉസ്താദാണ് നിക്കാഹ് വന്നത് എല്ലാവരും സംഭവമാണ് ഉസ്താദാണ് നിക്കാഹ് വന്നത് നിക്കാഹ് വണ്ടിക്ക് മുന്നിൽ നക്ക് വലിയൊരു പേടില്ല പക്ഷേ ഉസ്താദ് നമുക്ക് സാധാരണ നിക്കലല്ലേ ഹുത്തുബോധമ്പത്തേക്ക് സാധാരണ വന്നിട്ട് അപ്പൊ നിക്കാഹ് ഉസ്താദാണ് വന്നത് ഞാനാണ് ഹുത്തുബോധനായത് ആ ഹുത്തുബോധ സമയത്തില് നക്ക് നല്ലൊരു പേടി നിങ്ങൾ എന്റെ മനസ്സിൽ ഞാൻ സമാധാനാക്കി എന്തേ തപ്പിയെങ്കൊണ്ട് വലിയ വിഷയമല്ല നാല് പൊലിപൂനെങ്കും തൊന്തരല്ല എന്റെ ഉസ്താദല്ലേ ഞങ്ങളുടെ ഉസ്താദല്ലേ ഞങ്ങളൊരു നേതാവല്ലേ തപ്പിയെങ്കിൽ ഉസ്താദ് ചൊന്തറും ചൊല്ല ആ ധൈര്യത്തിൽ ഞാൻ എന്താക്കി അതായത് ഹുത്തുബ ഓതുക നിക്കായുടെ ഹുത്തുബ ഓതുക ഇറങ്ങി എങ്ങനെ പേടിച്ചിട്ട് ഹുത്തുബ ഓതി അണ്ട് എന്തെങ്കിലും ബാളക്കാരായിട്ടുള്ള ടൈം ഒരുപാട് നീണ്ട ഹുത്തുബ ഞാൻ എന്താക്കി ഓതിയിട്ട് ഹുത്തുബ തീർന്നത് കാണില്ല ഉസ്താദ് എന്റെ മുഖത്ത് ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ട് നക്ക് പേടി ആറെ കുടിച്ചു എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് മൈക്കത്തെ എടുത്തിട്ട് ചെറിയൊരു ഹുത്തുബ ഉസ്താദെ ഓതിട്ട് പിന്നെ നിക്കാക്കിട്ട് എങ്ങനെ ആവും എങ്ങനെ ആവും ചൊല്ലറ് നിങ്ങ നക്കിടി ദുനിയാവ് തിരിഞ്ഞുകൊണ്ട് പ്രായത്തങ്ങെല്ലാം നോക്കിയ പിള്ളേർ നന്റെ ദുനിയാവിടെ തിരിഞ്ഞുകൊണ്ട് സുബഹാനല്ല നന്റെ പേടി പിന്നെ ಯಾರೈತು മാത്രമുള്ള ഉസ്താദിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പോണം അതുണ്ടാക്കിയിട്ട് ചോറ് ഉണ്ണുന്നതോടേക്ക് ഞാൻ എന്താക്കിയ മെല്ലെ പോയെ എന്തിനമ്മ തപ്പിലായിട്ടിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ ഹുത്തുബ നീണ്ടതായിരിക്കും തപ്പ ആയിട്ടിരിക്കും അങ്ങനെ ആയിട്ടിരിക്കും ഏതായാലും എന്തൊരു കാരണകಂತಾವನല്ലേ ചെന്നിട്ട് ഞാൻ നേരെ ഉസ്താദോട്ട് പോയി ഇത് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ಸತ್ಯಾನುಭವ ನೇರ ಬಾಹಸೇನ ಉಸ್ತಾದ್ಗಳ ಗೊಂತುಂಡು ಅಲ್ಲ ಗ್ರೂಪ್ ಜಾಯಿನ್ ಆಯ್ದ ಗೊಂತಿಲ್ಲ ಉಸ್ತಾದ ಹಾದಿಮಾയിട്ട് ഉണ്ടായിരുന്നു ബാഹസേന ഉസ്താദ് അയാളുകളെ കൊണ്ടുണ്ട് അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നത് അവ നേരെ ഞാൻ ഉസ്താദ് ചോറിനോട് അവിടേക്ക് പോയിട്ടാകുമ്പോ അവിടെ നിന്നിട്ടാകുമ്പോ അവിടെ നക്ക് പരച്ചലേ പോന്നെ എന്തായിരുന്നെങ്കിൽ ചോറിനുമ്പോ ഉസ്താദ് ചോറിനോട് ആറ് നിക്കുക തീറ ഉസ്താദ് സ്വഭാവം അങ്ങനെയാണ് ഒന്നിരിക്കലും തെറ്റിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ മുഖം നോക്കിയിട്ട് നിക്കുക തീറ സകർത്തവണ്ട് അവിടെ മുണ്ട് പറിച്ചത് ഇരി ഇല്ലെങ്കിൽ പോവാ പറയുന്നത് എന്നാലും ನಾನು ಅಡಿ ಊನೆಂಗು ಆവശ്ಯಮಿട്ടുണ്ടാക്കി അവസരം വെച്ചിട്ടാകുമ്പോൾ ഉസ്താദ് അക്കറ് ഉപദേശം ചെന്നത് എന്താ നിക്കായുടെ സദസ്സിൽ ചെറിയ ഹുതുബാണ് നിങ്ങൾ ഓതനായ കാരണം പല സ്ഥലങ്ങളും പല അർജന്റ് പല മനുഷ്യന്മാർക്ക് പോകിക്കിടല്ലേ അതുകൊണ്ട് ബേജാറാക്കണ്ട അപ്പൊ എനക്ക് പല സ്ഥലങ്ങളിൽ പോകുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ട് എന്നിട്ട് മുതുക്ക് തട്ടിയിട്ട് നന്റെ കൂട്ടത്തു അപ്പൊ ഈ വിഷയം ചൊന്ന് എന്തിಗೆ ചൊന്നെങ്കിലും നന്റെ പേടി അങ്ങനെ ബാക്കിയായിട്ടില്ലെങ്കിൽ ಇಂದು ഒരു മഹല്ലും ನಾನು പിന്നെ ഖതീബായിട്ട് പോവലാണ് അർത്ഥം അവിടെ നിനക്ക്
ചില ആളുമാർക്ക് നല്ല കഴിവുകളുണ്ട്, നല്ല പ്രസംഗിക്കുകയും നല്ല ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ വാല് ചൊല്ലുകയും എല്ലാത്തിനും കഴിവുണ്ട്. സ്റ്റേജ് ഫിയർ ಬಿಟ್ಲೆ ಈ ഞങ്ങളെ ഉപബോധ മനസ്സിലെന്തായത് ഈ സ്റ്റേജ് ഫിയർ അവിടെ ബാക്കിയായത് അതിനെ ഞങ്ങൾക്ക് പറത്തെടുക്കുക ആയോണ്ടേ ഇല്ല. രണ്ടാളിനെതിരിൽ പലക്കെറിഞ്ഞിട്ടാകുമ്പോൾ തപ്പിയെങ്കിൽ ആരെന്തെങ്കിലും ചൊല്ലുവാറാണ്. അതാണ് ഞങ്ങളെ മെയിൻ ഫോൾട്ട്. ഞങ്ങൾ സമാവനായ അവിടെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും സദർ ഉസ്താദ് ക്ലാസ് എടുക്കുക ഉണ്ടെങ്കിൽ നോ ഉസ്താദ് എടുക്കുക റെഡിയില്ല. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ മാലിന്യ ഉസ്താദ് എടുക്കുക നാണില്ല, നാട് ഇതിക്കെ സീമിതായിട്ട് ബാക്കിയായവണം. സോ ഞങ്ങൾ സ്റ്റേജ് ഫിയർ ಬಿಡ್ಲೆ ആരെന്തെങ്കിലും തമാശ ആക്കുവാറാ, ആരെന്തെങ്കിലും ചൊല്ലുവാറാ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ആരെങ്കിലും ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ തപ്പി പോവാ, അങ്ങനത്തെ ഒരു പേടിയാണ് ഞങ്ങളെ ചിലപ്പോൾ എന്താക്കടെ ആ സ്റ്റേജ് ഫിയർ ആണ് ഞങ്ങൾ അവിടെനെ ബാക്കിയാക്കടെ. സോ എൻ്റെ ശബ്ദം കേൾക്കടെ എല്ലാ മാലിന്യങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ നിങ്ങൾ പറത്തിയിടക്ക് തയ്യാറായാറുണ്ട് കണ്ടെങ്കിൽ ಖಂಡಿತಾയിട്ടും നിങ്ങൾക്ക് മേൽ ಬರೋದು സാധ്യത ഉണ്ട്. ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ അവിടെನೇ ബാക്കിയാവണം. ഞങ്ങൾക്ക് നോക്കൂ ടെൻഷനുകൾ വരും. ചില ആളുമാർക്ക് എപ്പോ നോക്കിയെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കാറ്. ഞങ്ങൾക്ക് രോഗം ഉണ്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ പേടി എങ്ങനെ ഇല്ലാണ്ടാക്കാം? സോ ഞങ്ങൾക്ക് ആ പേടി ഇല്ലാണ്ടാക്കുള്ള ഒരു തീരുമാനം ഒരു കടലാസ് എടുക്കാം. ഒരു കടലാസ് എടുക്കാം. അല്ലെങ്കിൽ കണ്ണാടിയുടെ എതിരിൽ പോയിട്ട് നിങ്ങൾ പലക്കറിയാം, നാലാളുടെ എതിരിൽ പലക്കറിയൊക്കെ ട്രൈ ആക്കാം. സോ ഒരിക്കലും നിങ്ങൾക്ക് അത് ഓക്കെ ആവണമെന്നില്ല. കണ്ണാടിയുടെ എതിരിൽ ചില സൈക്കോളജിസ്റ്റുകളുടെ മക്കാണ്ട് കണ്ടെങ്കിൽ കണ്ണാടിയുടെ എതിരിലും ഉണ്ടാ. അല്ലാണ്ട് കണ്ടെങ്കിൽ ഒരു നാലഞ്ചാള് കൂടിയിട്ടായെങ്കിൽ നിങ്ങൾക്ക് തീരിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കാം പലക്ക വരിക. സോ നിങ്ങൾക്ക് തീരിയതുപോലെ നിങ്ങൾ പലക്ക വരിക. അതല്ലാണ്ട് കണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുക എങ്ങനെ കൊണ്ടുണ്ടാ. ഒരു പേപ്പറും പെണ്ണെടുത്തിട്ട് നിങ്ങളെ കയ്യിലുള്ള പേപ്പർ പെണ്ണെടുത്തിട്ട് നിങ്ങളെ മനസ്സിക്ക് ഒരു മെസ്സേജ് കൊടുക്കുക. എങ്ങനെ വെച്ചെങ്കിൽ నాకు സ്റ്റേജ് ഫിയർ ഇല്ല, ഐ ആം ഓക്കെ, ഞാൻ ആരുടെ മുന്നിലും മുണ്ടകു റെഡിയും ഇല്ല. സോ എന്നിട്ട് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്താം. കാരണം ഞാൻ ഒരു ഉദാഹരണം ചൊല്ലാം. ഞങ്ങൾക്ക് തീരാണ്ടായെങ്കിൽ ഫസ്റ്റ് ഓഫ് ആൾ എല്ലാ ഉസ്താമാർക്കും അതോർത്ത് കേൾക്കുന്ന ഈ വിഷയം തീരാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് തീരാണ്ടായെങ്കിൽ ഞങ്ങളെ തടിക്ക് തൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. എന്തിനാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ തടിക്ക് കൊടുക്കുന്ന ഒരു മൈൻഡ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്തിനാണെങ്കിൽ സോ ഇന്ന് നക്ക് എന്ത് തീരില്ല, ഞങ്ങളെ കാൽ പന്തോട്ടകാവില്ല, എൻ്റെ കൈ പന്തുപാട്ടകാവില്ല, ഞാൻ അങ്ങനെ തീരില്ല. ചൊന്നിട്ട് ഞങ്ങൾ തീരില്ല 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 ചൊന്നിട്ട് നിങ്ങൾ അളക്ക മൂലക അവിടെ. ಸೊ ತೀರ್ಲೆ ಪಣಿ ಮಾತ್ರ ತೊಂದರೆ ಇಲ್ಲ. ನನ್ನ ಕೈಕಾಲು ಕರೆಕ್ಟ್ ಉಂಟು ಅಲ್ಹಮ್ದುಲಿಲ್ಲ, ಐ ಆಮ್ ರೆಡಿ, ತೊಂದರೆ ಇಲ್ಲ. ചൊന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോരില്ല, നിങ്ങളെ പണിയില്ല, നിങ്ങളെ തലകുത്തുകയില്ല, എന്തും ഇല്ല. കാരണം എന്തായിരുന്നെങ്കിൽ മറന്നെടുക്കണ്ടാണ്ടല്ല, മറന്നെടുക്കണം. സോ ഫസ്റ്റ് ഓഫ് ആൾ ഞങ്ങളെ ബ്രെയിനുകൾ ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലേ അത് കറക്റ്റ് ആയിട്ട് വേണം. മദ്രസ ക്ലാസ് ഉൾഗ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു നല്ല എനർജി വേണം. ക്ലാസ് ഉൾഗ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബ്രെയിന് കൊടുക്കണ മെസ്സേജ് ഉണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ പോണേ. കാരണം സോ നല്ലതിൻ്റെ 7ാം ക്ലാസ് ഫസ്റ്റ് നാണ് ഖുറാൻ പാടെടുക്കണം. ഇൻഷാല്ല മക്കൾക്ക് അർത്ഥാവിടെ രൂപത്തിൽ ഇതിന്റെ ഖുറാൻ പാഠം ഒരു 2 പേരെങ്കിലും ക്ലിയർ ആയിട്ട് നക്കൊന്ന് ഓതുവാട്ടണം. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം നിങ്ങൾ ക്ലാസ്സിൽ പോകേണ്ടത്. നല്ല എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിൽ പോകുള്ള പുതിയൊരു ട്രിക്ക് എന്ന് വെച്ചാൽ തന്നെ എന്ത് ചെയ്യുന്നെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് ക്ലാസ്സിൽ പോകുക റെഡിയാവാം. സുബൈക്ക് എല്ലാ ടൈമിലും കുളിക്കുക ആർക്കും സാധ്യമാവില്ല. എന്നാലും കുളിച്ചിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ പോകേണ്ടത്. പല ചിന്തകൾ നിങ്ങളെ മനസ്സിൽ ബന്ധത് കൊണ്ടിട്ട് നിങ്ങളെ മൊബൈൽ ഒന്ന് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക ക്ലാസ്സിൽ പോറോ. എന്നാൽ നിങ്ങളെ ക്ലാസ് നല്ല നിലയ്ക്ക് വിജയിക്കാൻ കഴിയും. പ്ലാനിങ് ഇല്ലാണ്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയെങ്കിൽ ഒരിക്കലും നിങ്ങളെ ക്ലാസ് വിജയിപ്പിക്കാൻ കഴിയില്ല. ഇനി നോക്കറും ഞങ്ങൾ അച്ഛട്ട് അവിടെ എപ്പോൾ വന്നിട്ടുണ്ടാകും. ചില പേരൻസുമാർ വന്നിട്ട് ഞങ്ങൾക്ക് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആരെന്തെങ്കിലും ഞങ്ങളെ ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും എല്ലാ ടൈമിലും ഇങ്ങനെ ഒരു ബാക്കിയാവുകയില്ല. പറയരുത്, ആറ് പറഞ്ഞെങ്കിലും എന്ത് ചൊന്നെങ്കിലും ഈ കാതിൽ കേൾക്കാം, ഈ കാതിൽ വിടാം. സോ ഞങ്ങൾ ഈ ബ്രെയിൻ അങ്ങനത്തെ സ്വത്താണ്. കാരണം എന്തിനാ ചൊന്നെങ്കിൽ ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇങ്ങനെ കണക്ക് കൂട്ടി തീരാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് നോക്കൂ, ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണത്തില്ല മനുഷ്യന്മാരുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് മൈൻഡ് ചെറിയൊരു ഉദാഹരണത്തില്ല. ഒന്നിടെ മേലും 5ടെ കീഴിൽ എത്ര സംഖ്യ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആറ് ചൊല്ലണ്ട. എൻ്റെ എല്ലാ വായിസ് കേൾക്കുന്ന എല്ലാ ആളുമാറും ഒന്ന് ശ്രദ്ധിക്കറു. ഒന്നിടെ മേല് 5ടെ കീഴായിട്ട് ഒരു സംഖ്യ നിങ്ങൾ മനസ്സിൽ കരുതറുള്ള എല്ലാവരും കരുതറു. എത്ര ഉണ്ട് ചെല്ലണ്ട എൻ്റെ ഒട്ടിക്ക്. ഓക്കെ, കരുതിയാറാ? യാ, ഓക്കെ, കരുതിയാറ് എല്ലാവരും അല്ലെ? 1ടെ മേല് 5ടെ കീഴായിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കരുതിയ സംഖ്യ നിങ്ങളോട്ട് കേൾക്കാൻ ടൈമിൽ ഞാൻ ചൊല്ലുക സാധ്യമുണ്ട്. എനിക്ക് ഏകദേശം നിങ്ങൾ കരുതിയ സംഖ്യ 3 ആയിരിക്കും. റൈറ്റാ? മുഹാദ് ജാബിർ 2 അല്ല,
മൂന്ന് കരുതിയെങ്കിൽ ആരെല്ലാം പാവം. യെസ്. ഓക്കെ. കുറെ ആളുള്ളത്. 4 ഉണ്ട്. ഖലീൽ ബഞ്ച ആള്. യെസ്. ഓക്കെ. 3. 3 ഇല്ലെങ്കിൽ 4. ഓക്കെ. 2 റേറാണ്. 3 ഇല്ലെങ്കിൽ 4. അപ്പൊ ನಾನು ನಿങ്ങളോട് ಕೇಳ್ಕತ್ತಾ? 1 ಎಂದೇ നിങ്ങൾ കരുതാത്തെ? 5 എന്തേ കരുതാത്തെ? ಏಕೆ official ಏಕೆ ನವಾಜ್ 1 അയാൾ ഞങ്ങളെ ക്ലാസ്സിൽ ഇൻക്ക് കാണുന്നുള്ളൂ അല്ലെ? പിന്നെ 5 എന്തേ നിങ്ങൾ കരുതാത്തെ? ನಾನು சொன்னது நீங்க എന്താക്കിയാറ് ഫസ്റ്റ് ഫീൽ എടുത്തത് 1 അതിന് മേലെ 5ര കീഴിൽ ചൊല്ലുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഒരു നമ്പർ 6 കണക്ക് കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ 5 നമ്പർ 6 കണക്ക് കൂട്ടിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ അതിൽ 2 മൈനസ് ആക്കി. കാരണം ഉസ്താദ് சொன்னது 1ര മേല് 1 വേണ്ട വിട്ട 5ര കീഴിൽ. അപ്പൊ ഞങ്ങളെ മൈൻഡിക്ക് പോയത് അതിൽ നടുവത്തെ സംഖ്യ മാത്രമാണ്. 2, 3, 4 അത് നമ്പർ മാത്രമാണ് ഞങ്ങളെ മനസ്സിൽ പോയത്. ಯಾರ ಮನಸ್ಸಿಗೆ ಬಂದ 3 ನಂಬರ್ ആണ്. നമ്പർ 3 ആണ്. അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങളെ ജാബിർ ಯಾರ ചൊന്ത് മനസ്സിൽ പോണ്ട നമ്പർ 3 ആണ്. സോ എന്ത് വെച്ചെങ്കിൽ ഞങ്ങളെ മൈൻഡ് അങ്ങനെയാണ്. ഞങ്ങളെ മൈൻഡ് അങ്ങനെയാണ്. ഒരു മനുഷ്യന് ഞങ്ങൾ ഇഷ്ടമായാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എന്തും അയാൾ എന്താക്കരുത് കണ്ട്. ഞങ്ങ ചിലപ്പോ എല്ലാവർക്കും 100% ആറുമല്ല. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ മഹലിൽ എല്ലാവരും ഞങ്ങൾ ഓക്കെ. ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളെ തിരിച്ചാക്കിയ ഉള്ളവർ ഞങ്ങൾ 100% നോ. ഒരാളും നിങ്ങൾ 100% ഓക്കെ ആയിട്ടില്ല. ആരെങ്കിലും 1, 2, 3 ആളും ഞങ്ങളെ എതിർക്കുന്ന ആൾ മാറിക്കിടാറ്. സോ അത് ഞങ്ങൾ തലക്കെടുത്തൊളകോ തീരാ. ഞങ്ങളെ മൈൻഡിൽ അത് വെക്കുകയോ തീരാ. ಅವನಿಗೆ ಇಷ್ಟಪಟ್ಟದ್ದು അങ്ങനെ അവന്റെ വിട്ടുകൂടും. അവന്റെ എത്ര ആൾക്ക് എന്താക്കാം ഞങ്ങൾ വിട്ടുകൂടാ. കാരണം എന്താ വെച്ചെങ്കിൽ അവനിക്ക് ഇഷ്ടമില്ല. അവനിക്ക് ഇഷ്ടത്തെ പോലെ ഞങ്ങൾ നടക്കുക സാധ്യമില്ല. സോ ഞങ്ങളുടെ ഉപബോധ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്. സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടാക്കുക ചില ട്രിക്സുകളുണ്ട്. എന്താ വെച്ചെങ്കിൽ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടാക്കുള്ള ചില പ്രധാനപ്പെട്ട ട്രിക്സുകളാണ് സ്വന്തം ഞങ്ങൾ പൽക്കബരികൾ ട്രൈയാക്കുക. ഞങ്ങളെ മക്കളെതിരെ ഞങ്ങൾ പൽക്കരിയാം. സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ട്. ഗൊന്തുള്ള വിഷയങ്ങൾ ഫസ്റ്റ് ചെന്ന് നോക്കാം. ഞങ്ങളെ ഫാമിലി മീറ്റുകളിൽ ഞങ്ങൾക്ക് മുണ്ടകുവാനായിട്ട് ഒരു അവസരങ്ങൾ ഉണ്ടാക്കാം. വേണ്ട ഒരു മക്കളെ സാഹിത്യ സമാജം അതിൽ ഫസ്റ്റ് മുണ്ട. അത് മുണ്ടിട്ടാകുമ്പോൾ ചെറിയൊരു ധൈര്യം കിട്ടും. അതുപോലെ തന്നെ പേരൻസ് മീറ്റിങ്ങിൽ ചില സ്വാഗതങ്ങൾ ചില മീറ്റി ചൊല്ലാം. ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കട ഒരു 10 മിനിറ്റ് ഫസ്റ്റ് ഞാൻ ക്ലാസ് എടുക്കട. സോ ഞങ്ങൾ സ്വന്തമായിട്ട് റെഡി ആയെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ മാത്രമേ ഈ കാര്യം സക്സസ് ആവുള്ളൂ. പേടിച്ചിട്ട് ബാക്കിയായെങ്കിൽ ഒരു കാരണവശാലും ഈ കാര്യം സക്സസ് ആവില്ല. ഏതുപോലെ சொன்னீங்களே നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ സൈക്കിൾ എടുത്ത് കൊടുക്കടാറ് ചിലറും. സൈക്കിൾ കിടാവ് പഠിക്കുമ്പോഴത്തേക്ക് സൈക്കിളിൽ കീഴ് പോന്തു. സൈക്കിളിൽ പോന്തു. എന്നിട്ട് പിന്നെ നിങ്ങൾ ആ കിടാവ് സൈക്കിൾ കൊടുത്തേ ഇല്ല. പിന്നെ ആ കിടാവ് ജീവമാനത്തിൽ സൈക്കിൾ പഠിക്കുക സാധ്യം ഉണ്ടാ? ഉണ്ടാ? ജീവമാനത്തിൽ കിടാവ് സൈക്കിൾ പഠിക്കുവാ? ഇല്ല. കാരണം എന്തായിരുന്നെങ്കിൽ കിടാവ് സൈക്കിൾ ബൂലർ കൂടെ ഞങ്ങൾ സൈക്കിൾ മൂലം ചെയ്യാവോ സൈക്കിൾ ചെന്നെങ്കിൽ പേടി. അതുപോലെ ടൂ വീലറും അങ്ങനെ. ടൂ വീലർ ഫസ്റ്റ് പഠിക്കുമ്പോൾ പൂനെങ്ങ എത്ര ആളിക്കിടാറ്. ഒർക്ക് ടൂ വീലർ വെച്ചിട്ടാകുമ്പോഴത്തേക്കും അത് പോയിട്ടാകുമ്പോഴത്തേക്കും ഓക്കെ യെസ് ഡൺ. ഒർക്ക് പൂന്നിട്ട് മൂലയിൽ വെച്ചെങ്കിൽ പിന്നെ അവൻ മൂലയിലേ ആക്കി. ഫസ്റ്റിಗೆ പേടി. 10 മുന്നലേ പേടി. അതുപോലെ തന്നെ ബസ്ക്ക് 10 മുന്നലേ ഈ ഡ്രൈവർ കൊണ്ടുപോയിട്ട് ബസ് എവിടെയും കീഴിടുവാണ് ചെന്നെങ്കിൽ അവൻ ജീവമാനത്തിൽ ബസ്ക്ക് പത്തോകിക്കുക. ഫ്ലൈറ്റിൽ പോകേണ്ടവണ് ഫസ്റ്റിಗೆ പേടിച്ചെങ്കിൽ ഈ ഫ്ലൈറ്റ് ആകാശത്തിൽ പാറുമ്പോഴത്തേക്ക് എവിടെയും കീഴ് പോവുക. ചെന്നിട്ട് മനസ്സിൽ വിചാരിച്ചെങ്കിൽ ഓണം ജീവിതത്തിൽ ഓർക്കെങ്കിൽ ഫ്ലൈറ്റിക്ക് പത്ത് വയ്ക്കുക. അതുകൊണ്ടിട്ട് ഈ സ്റ്റേജ് ഫിയറുകൾ ഈ പേടികൾ ഞങ്ങളുടെ മനസ്സിൽ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മനസ്സിനെ സ്വന്തമായിട്ട് നിയന്ത്രിക്കുക തീരണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഒമ്പിച്ച വിജയം കിട്ടുക സാധ്യമാവുന്നത്. ഇനി മക്കളെ ഞങ്ങൾ പേടിപാട്ട പിന്നൊരു കാര്യമാണ് എക്സാം ഫിയർ. ಎಲ್ಲ ഉത്തമറാക്കുന്ന ഒരു കാര്യമുണ്ട് എക്സാം ഫിയർ. ഇത് സ്വന്തം ഞാൻ ഇപ്പാട്ടെ എന്റെ തൽക്കാലം എന്റെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇൻഷാല്ലാ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പേരൻസ് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്വന്തം കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ചർച്ചയാക്കുന്നുണ്ട്. പേരൻസ് മീറ്റിംഗ് വാളുകൾ ചെന്നിട്ട് തീർക്കുകയുള്ളതല്ല. അതിൽ മക്കളെ ഡെവലപ്മെന്റ് സംബന്ധിച്ചിട്ട് പഠിക്കണം. അതുപോലെ ടീനേജ് മക്കൾക്ക് പഠിപ്പാട്ട് ഉസ്താദന്മാർ ടീനേജ് മക്കളെ പ്രോബ്ലമുകൾ മനസ്സിലാക്കണം. അതായത് ടീനേജ് ചെന്നെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്താണ് 13 മുതൽ 19 ഇയേഴ്സ് വരെയുള്ള മക്കളെ ഏജ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏജ് ആണ് അത്. അപ്പൊ നിങ്ങൾ മക്കൾ പഠിപ്പാടുന്ന സമയത്തിൽ ഈ മക്കളൊക്കെ ചിലപ്പോൾ അർത്ഥപറകും സാധ്യത ഉണ്ട്. ഇത്തരത്തിലുള്ള മക്കളെ പബ്ലിക്കിൽ നിങ്ങൾ ഒരിക്കലും പറയുകയേ തീരാ. 4-5 മക്കൾ ഇക്കടെ സമയത്ത് ടീനേജ് വിദ്യാർത്ഥികൾ നിങ്ങൾ പറയുക തീരാ. ഇക്കാലഘട്ടം അനുസരിച്ചിട്ട് 11 വർഷത്തെയും 19 വർഷത്തെയും ഇടയിലുള്ള മക്ക നിങ്ങളെ മദ്രസയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ആ കിടാവ് എന്തെങ്കിലും ഒരു തപ്പാക്കിയാണ്ട് കണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് ആ കിടാവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഉപദേശമാക്കുക തീർന്നിട്ട് കണ്ടെങ്കിൽ യു ഹാവ് ഗുഡ് ഉസ്താദ്. നിങ്ങളാണ് നല്ല ടീച്ചർ, നല്ല ഒരു ഉസ്താദ്. ഇല്ലാണ്ട് കണ്ടെങ്കിൽ 4-5 മക്കളെ എതിരിൽ നിങ്ങൾ അങ്ങനെ തമാശ ആക്കിയിട്ട്
ಇತರ ಟೈಮ್ ಆಯ್ತು ಅವ್ರು ಸುಜೂದಿಗೆ ಹೋಗು ತೆರಲೆ ಹೋಗು ತೆರಲೆ അവൻ കാല് വെച്ചിട്ട് നോക്കും വീട് കാല് കണ്ടിട്ട് അങ്ങനെയുള്ള ചെന്നിട്ട് അവന്റെ കാലൊന്ന് പൊളിച്ചിട്ടിട്ട് ആള് മാറി നാലഞ്ച് മക്കളെ എതിരില് നിങ്ങൾ അങ്ങനെ തമാശാക്കി എന്തെങ്കിലും ആക്കിയെന്ന് കണ്ടെങ്കിൽ ആക്കിട കാത്തോണ്ടിക്കട നിങ്ങളെ മൈനസ് എപ്പോഴെങ്കിലും എന്താക്കണോ ഇല്ലാണ്ടാക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര വലിയ ശത്രുവായിട്ട് ആക്കിയിടാവും വളരട അതേ സമയത്തിൽ സ്വകാര്യമായിട്ട് ആക്കിയിടാവിടെ വിളിച്ചിട്ട് നിങ്ങൾ ചെന്ന് നോക്കാറില്ല നിങ്ങളായിരിക്കും ഏറ്റവും നല്ല ഉസ്താദ് അൽഹംദുലില്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചതാണ് അതുകൊണ്ടിട്ട് അതായത് 10 വർഷത്തെ മേളിലെ മക്ക നിങ്ങളെ സ്വന്തം മക്കായെങ്കിലും നിങ്ങൾ ആക്കണായത് ഈ മക്കളെ മൈൻഡ് വല്ലാത്ത മൈൻഡാണ് കാരണം ഈ മക്ക വേഗ തലക്കെടുത്തുള്ളാർ അതായത് ചെറിയ വിഷയത്തിലും വലിയ പ്രശ്നമായിട്ട് ഈ മക്ക ബാക്കിയാവിടാർ സോ മൊബൈൽ അഡിക്ഷൻ ഉള്ള അതിലെ മൊബൈൽ അഡിക്ഷൻ നിന്നിട്ട് എങ്ങനെ മക്കളെ പുറത്തെടുക്കാം ഇത് വലിയൊരു ചാപ്റ്ററാണ് മൊബൈൽ അഡിക്ഷനിലുള്ള മക്കൾ ആ മക്കളെ എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം ഞങ്ങളെ സ്വന്തം മക്കളെ സ്മാർട്ട് പാരന്റിങ് എന്നിട്ടൊരു സബ്ജക്ട് തന്നെ ഉണ്ട് ആ മക്കളെ എങ്ങനെ നല്ല നിലക്ക് വളർത്തിയെടുക്കാം ആ മക്കളെ സ്വഭാവത്തെ എങ്ങനെ നന്നാക്കാം ആ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് ബാഗ് ഒരു ജാഗയിൽ കുത്തേരരെ അതുപോലെ തന്നെ ചെറുപ്പ് ഒരു ജാഗയിൽ ബലിച്ചേരരെ ബായിൽ ദണ്ടാത്ത പടമ്പുകൾ പറയരുത് ഇതിനെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം ഒരു സ്മാർട്ട് പാരന്റിങ് ഉള്ള വിഷയം തന്നെ ഉണ്ട് അതായത് ഞാൻ ചൊന്നുകൊണ്ട് വന്നത് ഞങ്ങളുടെ ഈ മക്കളെ ബുദ്ധി ഉണ്ടല്ലേ ഭയങ്കര ബുദ്ധിയാണ് കാരണം നാലഞ്ച് ആളുമാരുടെ എതിരിൽ അങ്ങ് പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കില്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ നല്ല ഉസ്താദൻ ചെല്ലില്ല നിങ്ങൾ നല്ല ടീച്ചറൻ ചെല്ലില്ല ആക്കിടവിടെ ബുദ്ധിയില് വർങ്ങുമ്പത്തുക്കും ഇക്കട് ആക്കിടവിടെ തലയിൽ ഇക്കട് യാ റബ്ബെ നാലഞ്ചാൾ എതിർ ನನ್ನ മര്യാദ എടുത്തിട്ടല്ല അതിൽ ನಾನು ವರ್ಕಲ್ಲ ವರ್ಕ ಪಡಿಪಾಟ್ರೆ ಅರ್ಥಾಯ್ತಾ ನಿಂಗೆ ಎಲ್ಲರಿಗೂ തലക്ക് പോണ്ട അതുകൊണ്ടിട്ട് ഈ ബ്രെയിന് ഈ ബുദ്ധി ചൊല്ലത് ഇത്തരത്തിലുള്ള മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടുമ്പോഴത്തേക്കും നല്ല വാക്കുകളെ ചെല്ലാവൂ അങ്ങനെ പോസിറ്റീവുകളെ ചൊല്ലാവൂ അങ്ങനെ മൈനസ് പിന്നീട് കണ്ടെങ്കിൽ ഒന്ന് തെല്ലുണ്ടാക്കുക എല്ലാ മക്ക പോയാൽ പിന്നെ ഷാറ് തെല്ല് നെല്ല് നിന്റെ അടുത്ത് ചെല്ല പൽക്ക വരെ കൊണ്ടു നീ നിസ്കരിച്ചത് നോക്കിയാനാണ് മാഷാള്ള നിസ്കരിച്ചത് കറക്റ്റ് ആയിടുമ്പോ ആയെങ്കിൽ സുജൂതിര ജാഗയിൽ നീ കാല് വയ്ക്കുമ്പോഴത്തേക്ക് ബെരല് കുത്തിയിട്ടില്ല ಅಂತ അതൊന്ന് സമാക്കണവ നാലിൽ പിന്നെ നോക്കുമ്പോ ഇൻഷാല്ല കറക്റ്റ് ആക്കണവ ഓക്കെ ഇത്ര ചെന്നെങ്കിൽ മയ്യാവും വെരി ഗുഡ് ഉസ്താദ് നിങ്ങളാണ് നല്ല ഉസ്താദ് നിങ്ങളാണ് ആ കിടാവുടെ മനസ്സിൽ ജീവിതത്തിൽ ആ കിടാവ് നിങ്ങൾക്ക് ചെറിയ നൊമ്പളായും ആ കിടാവുടെ കണ്ണിൽ തന്നെയുണ്ട് കാരണം നന്റെ തിദ്ദിയ നന്റെ ഉസ്താദ് നനക്ക് തിദ്ദേന്റെ രൂപത്തിൽ നന്റെ തിദ്ദിയ ഉസ്താദ് സോ ഈ കിടാവുടെ ബ്രെയിനിൽ ഒരു വാക്ക് പോകലുണ്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതാ ನಾನು ಈ ತಪ್ಪಾಕಿಕೊಂಡುಳ್ಳೆ ಇನಿಮೇಲೆ ನಕ್ಕೆ ಈ ತಪ್ಪಾಕು ಆಕೋ ತೀರ ಇದೇ സമയത്തിൽ നാലഞ്ചാറ് മക്കളെ എതിരിൽ നിങ്ങൾ ആക്കിടാവുക പറയാറുള്ള ആക്കിടാവുക നിങ്ങൾ ചെന്ന വിഷയമേ മറന്നുപോകും പിറ്റാണ്ടും ആക്കിടാവും അതേ തപ്പാക്കിടും സ്വകാര്യമായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ചൊല്ലതും എല്ലാവരും എതിരിൽ നാള് പറഞ്ഞിട്ട് ചൊല്ലതും നിങ്ങൾ ഇക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാല് കുത്തിയിട്ടിക്കോ അല്ലെങ്കിൽ മറന്നിട്ടിക്കോ പക്ഷെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടാക്കിടാവോട്ടേക്ക് നിങ്ങൾ ഒരു തപ്പടെ നിങ്ങൾ ചൊല്ലడం കണ്ടെങ്കിൽ ആക്കിടാവ് ജീവന പര്യಂತ പിന്നെ ആ തപ്പാക്കില്ലേ ഇത് റിയലിസ്റ്റിക് ആണ് അനുഭവമാണ് ചൊന്നോണ്ടുള്ളത് നിങ്ങൾ അങ്ങനെ ആക്കുക ട്രൈ ആക്കറോ നിങ്ങൾക്ക് ലൈഫിൽ നല്ല വലിയൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആക്കുക സാധ്യമുണ്ട് അതുപോലെ മക്കളെ സ്വഭാവത്തെ കുറിച്ചിട്ട് ചൊല്ലുകൊണ്ടും ഇപ്പൊ തന്നെ ഫിയറിൽ പറയട്ടാ എക്സാമിന്റെ ഫിയർ യാബോ ഞങ്ങളെ മക്കൾക്ക് എക്സാം ചൊല്ലത് പേടിയാണ് ഇപ്പോഴും പേടിയാണ് ഇപ്പൊ നിങ്ങളിട്ടൊക്കെ ഞാൻ ചൊല്ലോ എന്താ വെച്ചെന്നെങ്കിൽ ഞങ്ങളിപ്പോ പലപ്പോഴും 10 നസ്കര ട്രെയിനറാണ് ഞാൻ അതുപോലെ MEP ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ലെവലിലെ ട്രെയിനറാണ് ഞാൻ അപ്പൊ ട്രെയിനർമാർ കുറെ ആളുമാർ ഉള്ളാറ് അതുപോലെ 10 നസ്കര ട്രെയിനർ ഞങ്ങളുടെ ഖലീൽ സൂരി ഉസ്താദ് അടക്കമുള്ള ആളുമാർ ഇതിൽ ഉള്ളാറ് അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ അപ്പോ എക്സാം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടായില്ലേ ഉണ്ട് എങ്ങനെയാണ് ഈ പേടി ಬಂದ್ರೆ ಗೊತ್ತುಂಟಾ ഞങ്ങളെ മക്കളെ പേടി പാട്ടറമേ അങ്ങനെ ദാ നാളെ എക്സാം ഉണ്ട് മുഫത്തിഷ് ബണ്ട് ചെന്നിട്ട് ഫസ്റ്റിಗೆ പേടി പാടി വെച്ചിരിക്കണം ഞങ്ങൾ മക്ക ಬಂದೆಂಗ್ ಬಾಯಿ തുറക്കാത്ത പോലെ എന്തിനാ ഞങ്ങൾ അങ്ങനെ പേടി പാട്ടറേണ്ട ಗೊತ್ತಿಲ್ಲ എനിക്ക് എക്സാം ഉണ്ടോ മക്കളെ എക്സാം ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് പണ്ട് ഞങ്ങൾ എക്സാമിന്റെ പേടി ഇല്ലാണ്ടാക്കുക അങ്ങനത്തെ ഒരു തെരുവാക്കും നല്ല നിലക്ക് പഠിക്കണം നിങ്ങൾ എല്ലാവരും സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് നല്ല പാസ്സാവണം നിങ്ങൾ സോ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ പണ്ടേ ടെൻഷൻ ആക്കണമെന്നില്ല സോ നിങ്ങൾ എക്സാമുക്ക് പണ്ടേക്കും വന്നോളൂ ഒരു ഗ്ലാസ് തണ്ണി കുടിച്ചോളൂ ഞങ്ങൾ പലപ്പോഴും ചൊല്ലണതാണ് എക്സാം പണ്ടേക്ക് വന്നോളൂ നിങ്ങൾ ഒരു ഗ്ലാസ് തണ്ണി കുടിച്ചോളൂ സോ ആ തണ്ണി നിങ്ങളെ ഞരമ്പുകളെല്ലാം ആക്റ്റീവ് ആക്കിയിട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മയാക്കുക അത് സാധ്യമാവും പേടിക്കണ്ട എന്ത് തപ്പിണ്ടെങ്കിൽ 2-3 വട്ടം ക്വസ്റ്റ്യൻ നിങ്ങൾ ഓതോറു പേടിക്കണ്ട അങ്ങനെ ഒരു ധൈര്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതുവാട്ടണയോ എക്സാം പണ്ട് ചൊന്ന് പേടിപാടി മുപ്പത്തിഷ് ബണ്ട് എന്ന് ചില ആൾമാർ പേടിപാടിട്ട് ഈ പഠിപ്പാട്ടിയ നല്ല പഠിക്കട മക്ക മുപ്പത്തിഷ് ബണ്ടെങ്കിൽ ബായി തുറക്കടയില്ല കാരണം ആ കിടാവ് പേടിയാണ് സ്റ്റേജ് ഫിയർ ആണ് ഞാൻ എന്ത് ചൊന്നെങ്കിൽ തപ്പി പോവാൻ തപ്പട്ട് നിങ്ങൾ ചൊല്ലറുണ്ട് നിങ്ങൾ അങ്ങ് അങ്ങനെ ചൊല്ലറില്ല
മുഫത്തിഷ് ഉസ്താദ് പണ്ട് കേൾക്കിടെ ചോദ്യങ്ങൾ ഞങ്ങൾ കേട്ട ചോദ്യങ്ങളിൽ കേൾക്കിട് നല്ലൊരു ವ್ಯಕ್ತಿയാണ് ಅಯಾಳು നിങ്ങൾ ആൻസർ ചെന്നെങ്കിൽ അയാൾക്ക് നല്ല കൊസ്തി ആവിടും എന്തൊരു കൊണ്ടുവന്നാലും നിങ്ങൾ ചൊല്ലോ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലോ സത്യങ്ങൾ നിങ്ങൾ ടെൻഷൻ ആക്കണ്ട സത്യങ്ങൾ നിങ്ങൾ ബേജാറാക്കണ്ട നാണുല്ല ഇൻഷാല്ല നിങ്ങളൊട്ടിക്ക് നാണുല്ലേ അങ്ങനത്തെ ഒരു വാക്ക് നിങ്ങൾ ചൊന്ന് നോക്കാറില്ല ಖಂಡಿತമായിട്ടും ആ മക്കൾക്ക് നിങ്ങായിട്ടിക്കും എല്ലാത്തിനും വലിയൊരു ഡയറക്ടർ സോ ഞങ്ങളെ ഈ മനസ്സ് ഈ ഉപബോധ മനസ്സുള്ള ഈ പേടികൾ നീക്കം ചെയ്യുക ഞങ്ങ ആ മക്കൾക്ക് എന്താവണം സപ്പോർട്ടീവായിട്ട് നിൽക്കണം സ്വന്തം ബാപ്പാവണം ഉസ്താദ് സ്വന്തം ഉമ്മയാവണം ഉസ്താദ് അല്ലെ ഞങ്ങൾ എല്ലാത്തിനും അങ്ങനെ നിണ്ടെങ്കിൽ മാത്രമേ ಖಂಡಿತമായിട്ടും ലൈഫിൽ ഞങ്ങൾക്ക് വെരി അച്ചീവ് ആക്കാൻ അവിടത് ഇത്തരത്തിലുള്ള മക്ക മരിച്ചെങ്കിൽ ഞങ്ങൾ മരിച്ചെങ്കിൽ പോലും ആ മക്ക ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കാരണം പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് ഞങ്ങൾ വിട്ട് പറമ്പത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ആ മദ്രസ ಬಂದ സമയത്തിൽ ഉണ്ടാക്കുന്നത് മക്ക കരയുടെ കരച്ചൽ യാ റബ്ബേ വല്ലാണ്ട് കരയുടെ ഭയങ്കരമായ കരച്ചൽ എന്ത് കരച്ചൽ റബ്ബേ എന്തിಗೆ ಗೊತ್ತುಂಟ ನಂದೆ ಉಸ್ತಾದ್ ಹೋಯ್ತಲ್ಲೇ ನಂದೆ ಪ್ರಯಾಸಗಳು ಚೊಲ್ಲವೆನ್ನೆ ಉಸ್ತಾದ್ ನಂದೆ ಬೇಜಾറുകൾ ചൊല്ലവെന്നെ ഉസ്താദ് ನಂದೆ ദുഃഖങ്ങൾ ചൊല്ലവെന്നെ ഉസ്താദ് ആ ഉസ്താദ് ഇല്ലല്ലേ പൊയ്ത്തല്ലേ ചൊല്ല ആ ടെൻഷൻ ആ കിടാവിടെ മനസ്സിൽ എപ്പോഴും ഇക്കത് അങ്ങനത്തെ ഒരാളുമാറായിട്ട് ഞങ്ങൾ മാർപ്പാടാവും ഈ എക്സാമിന്റെ ഫിയർ ഞങ്ങൾക്ക് ഇല്ലാണ്ടാക്കുള്ള തെരുവെന്തരെ നല്ല നിലക്ക് മടിപ്പാടിയിട്ട് ആ എക്സാമുക്ക് ಬಂಡೇക്ക് മുന്നുള്ള മക്കളെ എല്ലാം എന്താക്കണം ചൊല്ലണം മക്കളെ ಎಕ್ಸಾಮ್ ആണ് ಬಂದುಂಟುಳ್ಳೆ ಆರು ಟೆನ್ಷನ್ ಹಾಕಂಡ ಆರು ಬೇಜಾರಾವണ്ട നിങ്ങൾ ഗൊಂತುള്ളത് എഴുതണം നിങ്ങൾ പാഠത്തിൽ അർത്ഥമായത് എഴുതണം അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടറ് എന്ത് ഉണ്ടാക്കണ്ട പേടിക്കണ്ട ചെന്നിട്ട് ആ മക്കൾക്കാണ് നിങ്ങൾ ചെന്ന് കൊടുക്കണത് ഇത്തരത്തിലുള്ള ഫിയറുകൾ ഇങ്ങനെയാണ് നമുക്ക് ഇല്ലാണ്ടാക്കുക സാധിക്കരുത് പിന്നെ ഞങ്ങളെ ഈ മൈൻഡ് ഉണ്ടല്ലോ ഞങ്ങളെ ഈ ബുദ്ധി ഞങ്ങളെ ഈ മൈൻഡ് ഈ ടെൻഷൻ ഉള്ള സമയത്തിൽ സ്ട്രെസ്സുകൾ പറയുമ്പോഴത്തേക്ക് ബേജാറുകൾ സ്ട്രെസ്സുകൾ പറയുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ചൊന്നക്കീല് വേണ്ടേ എന്തെങ്കിലും ഔത്തര ചെറിയൊരു ബേജാറായിരിക്കും അല്ലെങ്കിൽ ഔത്തര ചെറിയൊരു ടെൻഷൻ ആയിരിക്കും അതിൽ ഞങ്ങൾ ഭയങ്കര വലിയ വിഷയമാക്കിയിട്ട് മൈൻഡിൽ എടുത്തിട്ട് കണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് പല പ്രോബ്ലംസുകൾ വേണ്ടത് ബി പി വേണ്ടത് ഷുഗർ വേണ്ടത് പിന്നെ നിങ്ങൾ കാര്യമാക്കണം പ്രിയപ്പെട്ട മാലിന്യം നിങ്ങൾ എല്ലാവരും ഒരു കാര്യമാക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തടി നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം ആർക്കെല്ലാം അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടോ ഞങ്ങളെ തടി നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം സാർ ഞങ്ങൾക്കൊരു ബസ്സലില്ലാണ്ട് ആർക്കെല്ലാം അങ്ങനത്തെ ആഗ്രഹം ഉണ്ടോ മാഷാ അല്ലാ അത് നെക്സ്റ്റ് വേറെ ആരെല്ലാം നോക്കാം എഫ് അങ്ങനെ ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ചോറിൻ്റെ പാട് ഒരിക്കലും മറന്നു തീരാം ദയവ് ചെയ്തിട്ട് ചോറുണ്ടിട്ട് അല്ലെങ്കിൽ നാസ്ത ആക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും മറന്നു തീരാം വർങ്ങേണ്ട കണ്ടെങ്കിൽ നിങ്ങളെ തടി അവിടേക്ക് തേക്കരുത് നിങ്ങളെ ഞരമ്പുകൾ അവിടെ തേക്കരുത് അതുകൊണ്ടിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചോറുണ്ട പാട് ലൂസായിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കണം ഓക്കെ അല്ലേ ഇനി മുതൽ അങ്ങനെ ആക്കിടാറല്ലേ ഈ ക്ലാസ് കേട്ടത് പിന്നെ ഒരിക്കലും നാസ്ത ആക്കിയിട്ട് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടിട്ട് നടക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ സ്പീഡിൽ ഓർഡറല്ല ദിവസം നടക്കുമെന്ന് ചന്ദ്രല്ലേ ക്ലാസ്സിൽ ഓർഡറല്ല പിന്നെ എങ്ങനെ ഒരു 10 മിനിറ്റ് സിമ്പിൾ ആയിട്ട് ഒരു വാക്കിംഗ് ആക്കണം സോ ഇങ്ങനെ നിങ്ങൾ വാക്കിംഗ് ആക്കിയത് കണ്ടെങ്കിൽ ഞങ്ങളെ ബ്രെയിനിൽ മുതൽ കാല് വരെയുള്ള വെരിക്കോസുള്ള സോറി ഞങ്ങളെ ബ്രെയിൻ മുതൽ വേഗസ് നെർവ് അത് ഞങ്ങൾക്ക് നല്ല ആക്റ്റീവ് ആവിടും അത് മാത്രമല്ല ഞങ്ങളെ തടി നല്ല ആക്റ്റീവ് ആയിട്ടേക്കിടും എപ്പോഴും നിങ്ങൾ ഈ ക്ലാസ് കേട്ട എല്ലാ മാറും അങ്ങനെ ആക്കണം സോ ನಾನು അങ്ങനെ ആക്കലുണ്ട് അതുകൊണ്ടിട്ടാണ് നിങ്ങളൊട്ടിക്ക് ഞാൻ ചൊല്ലത് നാസ്ത ആക്കിയ പാട് ചോറുണ്ട പാട് 10 വിട്ട് സിമ്പിൾ ആയിട്ട് ഒരു വാക്കിംഗ് ആക്കിയത് കണ്ടെങ്കിൽ ഞങ്ങളെ ഹാർട്ട് ഡിസീസ് ഞങ്ങൾക്ക് ബണ്ടില്ല ഞങ്ങളെ സ്ട്രെസ്സുകൾ ഞങ്ങൾക്ക് കുറയ്ക്കുക ആവിടും അതുപോലെ തന്നെ ആങ്സൈറ്റികൾ ഞങ്ങളെ പേടികൾ ഞങ്ങൾ കുറയ്ക്കുക ആവിടും അതുപോലെ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടാവും അത് പ്ലസ് കൊണ്ടാ സ്റ്റേജ് ഫിയർ സത്തണ ഇല്ലാണ്ടാക്കുക അത് കാരണമാണ് സോ ഞങ്ങളെ ബ്രെയിൻ നല്ല നിലക്ക് വർക്ക് ആക്കിക്കൊണ്ടിരിക്കട് അത് മാത്രമല്ല ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം എപ്പോഴും ഞങ്ങളെ തടി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കട് അത് മാത്രമല്ല ರೋಗನಿರೋಧಕ ಶಕ್ತಿ ഞങ്ങളിൽ ಜಾಸ್ತಿಯಾവും ಸೊ നിങ്ങൾ ആക്കണത് ಸೊ നാൾക്ക് 6 ಗಂಟೆಗೆ ಇಟ್ಟது ഡെയിലി സുബൈക്ക് 10 മിനിറ്റ് ഉച്ചക്ക് 10 മിനിറ്റ് ചാവുക ചോറുണ്ടായിട്ട് 10 മിനിറ്റ് അപ്പമേ കിടന്ന് ഉറങ്ങടെ ആളുമാർ നിങ്ങൾ ആവത്തീറ അങ്ങനെ ഉറങ്ങിയത് കണ്ടെങ്കിലോ ചോറിനൂടെ അപ്പമേ നിങ്ങൾ ഉറങ്ങടെ ഉറങ്ങിയത് കണ്ടെങ്കിലോ അഥവാ നിങ്ങളുടെ ശരീരത്തിൽ പല രോഗങ്ങൾ പറകും നിങ്ങളുടെ ബ്രെയിൻ സ്ട്രോങ് ആവുകപ്പോഴും അത് കാരണമായി പോണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഞരമ്പുകൾ ദിവസേന വീക്കായോണ്ട് പോകുന്നുണ്ട് അതുപോലെ ഈത്തപ്പഴം ഉണ്ടല്ലേ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിക്കല ഈത്തപ്പഴം അതുപോലെ തന്നെ ഈ കറുത്ത മുന്തിരിങ്ങ പല മരുന്നുകളുണ്ട് അപ്പൊ പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈത്തപ്പഴം കറുത്ത മുന്തിരിങ്ങ അതുപോലെ ഈ രണ്ട് സ്വത്തുക്കൾ നനച്ച് വെച്ചിട്ട് സുബൈക്ക് വെറും വയറ്റിൽ തിന്നേണ്ട കണ്ടെങ്കിലും ശരീരം നല്ല ആക്റ്റീവ് ആയിരിക്കും ലൈംഗികമായ ശക്തികളും നല്ല വളരും അതും ഒരു പ്ലസ് പോയിന്റ് ആണ് ഓക്കെ മംഗലായം അതും ഇതാക്കാം നല്ല ഒരു പ്ലസ് പോയിന്റ് നല്ല ഫായ്ദ ഉള്ള സ്വത്താണ് രാവുക ഒരു 7 ഈത്തപ്പഴവും ഒരു 13 അല്ലെങ്കിൽ 14 ചൊന്ന വേണ്ട
போன ஆளு கிறிஸ்மஸ் ಬಂದಕೊಂತ ಕರ್ಕೊಂಬಂದ್ರಿங்க. അതുണ്ടാക്കുക തണ്ണീർ നനച്ച് വെച്ചിട്ട് സുബൈക്ക് വെറും വയറ്റിൽ തിന്നേണ്ട കണ്ടെങ്കിൽ നല്ല ശരീരം നല്ല ശക്തിയുതമായിട്ട് ഇരിക്കുക. അത് സാധ്യമാവും. ഇങ്ങനെ ഒരുപാട് പെൻഡിങ്ങുകൾ സംബന്ധിച്ചിട്ട് ഒരുപാട് രോഗത്തിന് ഒരുപാട് മരുന്നുകൾ ഞങ്ങൾക്ക് ഉണ്ട്. ഇൻഷാ അള്ളാ ഞാനൊരു കോഴ്സ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഇടയിൽ ആ കോഴ്സിനെ പരിചയപ്പെടുത്താനും ಇದಕ್ಕೆ ನಾನು ಫೀಸ್ വെച്ചിട്ടാണ്. ഇപ്പൊ ನಾನು ഫ്രീ വെബിനാർ ആണ് നടത്തിയുള്ളത്. തൽക്കാലം എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കണം. 3/4 ഗಂಟೆ ആയിട്ട്, അരഗಂಟೆ മാച്ച് 1:30. ഇനി ഒരുപാട് വിഷയങ്ങൾ സ്മാർട്ട് പേരന്റിങ് നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു പേരൻസ്മാരൊട്ടിಗೆ പലಕಾര്യം പേരൻസ് മീറ്റിംഗിൽ എന്തെല്ലാം പലಕಾര്യം അതും ഒരുപാട് വലിയ വിഷയങ്ങളാണ്. അത് ഇൻഷാല്ല ഞങ്ങൾക്ക് ഫ്രീ വെബിനാറിലൂടെ ആക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കണം. ഇൻഷാല്ല ഐ വിൽ ട്രൈ. അപ്പോൾ 199 199 തന്നിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഫീസ് കെട്ടിയിട്ട് ചേരിയന്റ് കണ്ടെങ്കിൽ നിങ്ങളെ നല്ലൊരു ട്രെയിനർ ആക്കുക ഞാൻ ട്രൈ ചെയ്യും. അതുപോലെ തന്നെ 3 തിങ്കളത്തെ കോഴ്സാണ് വേണ്ടത്. അതിൽ ഞങ്ങളെ മക്കളെ ബലവണിക ചെറിയതിൽ കുറിച്ചിട്ട് വലിയതോളം മക്കളെ ബലവണിക എങ്ങനെ, അതുപോലെ മക്കൾക്ക് കൊടുക്കാനായ ഫുഡുകൾ എന്തെല്ലാം, ഞങ്ങളുടെ ജീവിതം എങ്ങനെ, ഞങ്ങളുടെ ലൈഫിടെ ഒന്ന് ഒരു നല്ല പ്ലാനിങ്ങിലൂടെ ഞങ്ങളുടെ ലൈഫിടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ, അതുപോലെ തന്നെ ഞങ്ങളെ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടാക്കണത് എങ്ങനെ, ഞങ്ങളെ ബിസിനസ് മേഖല അല്ലെങ്കിൽ ഞങ്ങളെ ഈ ലൈഫിൽ ഒരു പൈസ ആക്കുകൊള്ള തിയറുകൾ എന്തെല്ലാം അതെല്ലാം ഇൻഷാല്ല ഉൾക്കൊണ്ടിട്ട്, അതുപോലെ തന്നെ ഞങ്ങളെ ബുദ്ധിയുടെ 6 ടൈപ്സിലുള്ള മൈൻഡ്, അതിലുള്ള 2 മൈൻഡിടെ ഒരു കാൽ ഭാഗം മാത്രമാണ് ഞങ്ങൾ ചർച്ചയാക്കിയത്. അതിലെല്ലാ വിഷയവും ഉൾക്കൊണ്ടിട്ട് വലിയൊരു ചാപ്റ്റർ രൂപത്തിൽ നിങ്ങളെ പെറോറ്റമേ തെറ്റിട്ട് മെന്റലിസം ഒരു കിടാവ് കളവുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കട്ടെ. ഒരു ചെറിയൊരു മെന്റലിസം ആക്കാം. ഒരു കിടാവും ഇന്നലെ മദർസക്ക് വന്നിട്ടില്ല, കളവ് ചന്ദ്രുണ്ട്, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കില്ലാറ് ഏക്ക് ശരി അല്ലേ അല്ലേ. മാഷാ അല്ലാ. ഇത് നിങ്ങൾ എവിടെ പഠിച്ചത്? എന്റെ ക്ലാസ്സിലെ പഠിച്ചത്. അത് ശരി. അതെ മാഷാ അല്ലാ. ഓക്കെ. ഒരു കിടാവിടെ കണ്ണ് നോക്കിയാൽ ആ കിടാവ് വേറെമ്പോളാണ് ചെന്നെങ്കിൽ ജസ്റ്റ് കിടാവിടെ മുഖം നോക്കിയാൽ മതി ഉണങ്ങാം. ഞാനത് മെന്റലിസം ഇവിടെ ഒരു ചെറിയൊരു പഠിച്ചൊല്ലാണ്. മെന്റലിസം വലിയൊരു പാടാണ്, വലിയൊരു വിഷയമാണ്. ഓക്കെ. ഒരു കിടാവിടെ എന്താ ഇന്നലെ മദർസ് വന്നിട്ടില്ലേ പണി ചെന്നിട്ട് ഞങ്ങളുടെ മുഖമേ നോക്കിയിട്ട് കിടാവ് മുൻപോട്ട് കണ്ടെങ്കിൽ ഈസ് ടെല്ലിങ് ട്രൂത്ത്, നേരാണ്, സത്യമാണ് ചെന്നോണ്ടുള്ളത്. ഇനി പണി ചെന്നിട്ട് ഓൺ ദ സ്പോട്ട് കിടാവ് കീഴ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കിടാവ് കാൽഭാഗം നോക്കണം. അതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിടാവ് ചെന്നോണ്ടുള്ളത് തെറ്റാണ്, കളവാണ്. അപ്പം ഞങ്ങൾക്ക് കണ്ടുപിടിക്കുക അവിടെ നീ എന്തെന്നാ കളവ് ചെന്നോണ്ടുള്ളത്. അല്ലെങ്കിൽ പണി ചെന്നിട്ട് കിടാവിടെ ഈ കണ്ണിടെ ഭാഗം ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞത് കാണും. ಅದ್ನ ನಿಂಗೆ ಇಬ್ಬ ನಿಂಗೆ ಗೊಂತಾವಲ್ಲ ನಾನು ಅದು ಫೋಟೋ ಬೆಚ್ಚರ್ ಕಾಟಿ ಕರೆಕ್ಟ್ ಗೊಂತಾವು ಕನ್ನಡ ಲೆಫ್ಟ್ ಸೈಡ್ಗೆ തിരിയുമ്പോഴത്തേക്കും അപ്പോഴും നമുക്ക് ಗೊಂತಾവിടെ കിടാവിടെ കളവ് ചൊല്ലത് കിടാവ് ചൊന്നുകൊണ്ടുള്ളത് കളവ് ചെന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കുക ആവും. അത് മാത്രമല്ല ചില മക്കൾ ചൊല്ലാറ് കാല് ബലിക്കരുത്, ഭയങ്കരമായിട്ട് കാല് ബലിക്കരുത് ചൊല്ലാൻ കൊള്ളാറ്. ചില മക്കൾ ചൊല്ല തല കുത്തിറുത്ത് നമുക്ക് തല ബലിക്കരുത്. സോ ഇതൊരു ജനറൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണി കുടിക്കാത്തത് കൊണ്ടാണ്. അപ്പം കിടാവിടോട്ട് നിങ്ങൾക്ക് കേൾക്കണം, ഇന്റെ നീ തണ്ണി കുടിച്ചിട്ടില്ലല്ലേ കേട്ടു നോക്കറ നീ ഇന്റെ തണ്ണി കുടിച്ചിട്ടില്ലല്ലേ. അപ്പൊ തണ്ണി കുടിക്കാത്ത ഒരു പ്രോബ്ലമാണ് അവിടെ ഉണ്ടാവുന്നത്. തണ്ണി കുടിക്കാത്ത ഒരു പ്രോബ്ലമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രത്യേകിച്ചിട്ട് ഞങ്ങൾക്ക് ആ മക്കളൊട്ടിക്ക് ചില സജഷൻ മക്കൾക്ക് വേണ്ട രോഗങ്ങൾ അത് തടകുട്ടുള്ള രൂപങ്ങൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറഞ്ഞിട്ട് ഒരു 3 ലിറ്റർ തന്നെ നിർബന്ധമായിട്ട് കൊടുക്കണം. സുബൈക്കൊരു വ്യായാമങ്ങൾ ഇൻഷാല്ല ഞങ്ങളെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യായാമങ്ങൾ ഉണ്ട്. ഞങ്ങളെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുകയുള്ള വ്യായാമങ്ങൾ ഇൻഷാല്ല എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരം ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാല്ല കേൾക്കാവുന്നതാണ്. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 2 ക്ലാസ്സിൽ ഇപ്പൊ അടുത്ത് 2 വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് എല്ലാവർക്കും അർത്ഥമായിട്ടാ റിപ്ലൈ ആക്കി? ആ യെസ് ഓക്കെ ശുക്രൻ. ആ എന്തിനാ അത് 3 നമ്പർ? അതെ 3 നമ്പർ ചെന്നാറല്ലേ, അതെങ്ങനെയാണ്? അതൊരു മെന്റലിസമാണ്. അത് ഇപ്പൊ ನಾನು പിന്നൊന്നും കൂടി ചെല്ല നിങ്ങൾക്ക്. ഓക്കെ 5ರ ಮೇಲೂ 10ರ കീഴിൽ ഒരു സംഖ്യ നിങ്ങൾ നിരിക്കറുള്ള 5ರ ಮೇಲೂ 10ರ കീഴിൽ ഒരു സംഖ്യ നിങ്ങൾ നിരിക്കറു. 5ರ മേല് 10ರ കീഴിൽ. ഇപ്പൊ ചില ആളുമാർ 5ഉം 10ഉം നിരച്ചിട്ട് വരുന്നു ഇപ്പോഴൊന്നല്ലേ. അപ്പൊ നിങ്ങൾ വേറെ നിങ്ങളെ മദ്രസയിൽ ഇങ്ങനത്തെ ഒന്ന് ആക്കി നോക്കറാവാ. 5ರ മേല് 10ರ കീഴിൽ ഒരു സംഖ്യ നിരിച്ചാറാ. റെഡിയാ? ഓക്കെ അല്ലേ? ഇതില്ലേ
ഒരു കൈ ബർത്ത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നിശ്ചിത സംഖ്യയിൽ ഏകദേശം സംഖ്യ 7ഉം 8ഉം ആയിരിക്കും അല്ലെ? 7ഉം 8ഉം ആയിരിക്കും നിങ്ങൾ നിശ്ചിത സംഖ്യയിൽ ഏകദേശം സംഖ്യ 7ഉം 8ഉം. റെഡി അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 7ഉം 8ഉം ആയിരിക്കും നിങ്ങൾ നിശ്ചിത സംഖ്യയിൽ ഏകദേശം സംഖ്യ. അതെങ്ങനെ നിങ്ങൾക്ക് കൊണ്ടായി? അതൊരു മെന്റലിസമാണ്. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാം ഇൻഷാല്ല. 199, അതായത് 199 രൂപായി നിങ്ങൾ ഒന്ന് കെട്ടിയിട്ട് മെമ്പറായിട്ട് ഒരു 3 തിങ്കൾ നിങ്ങളുടെ ബാക്കിൽ നിന്നിട്ട് നിങ്ങളൊരു ട്രെയിനർ ആവാൻ ഇല്ല. അത് വേറെ വിഷയം. നിങ്ങളൊരു ട്രെയിനിങ് ലെവലിൽ കൊണ്ടുവരണം. അതുപോലെ അതിൽ നിന്നാണ് ഒരുപാട് ചൈൽഡ് സൈക്കോളജി, ചെറിയ മക്കളെ സൈക്കോളജി, അതുപോലെ തന്നെ മക്ക പളുക്ക വരുന്ന ആ സമയങ്ങൾ, അതുപോലെ മക്ക കവിഞ്ഞു പോകുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ ചില ആത്മീയമായ ചില കാര്യങ്ങൾ, കണ്ണേറ്, അതുപോലെ തന്നെ 25 സിഹിർ സംബന്ധമായ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് കണക്ക് കൂട്ടി വെക്കുക ആവാൻ തന്നെ 25 സാഹചര്യങ്ങൾ, സിഹിറിന്റെ അടയാളങ്ങൾ ഇൻഷാല്ലാ അതെല്ലാം ആ ക്ലാസ്സിൽ ചൊൽത്തന്റെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ക്ലാസ് നിങ്ങൾക്ക് കൂടറും നിങ്ങൾക്ക് ചുമന്ന ബെനിഫിറ്റ് ഉണ്ടാവും ഇൻഷാല്ലാ. എല്ലാവരും ക്ലാസ്സുകൾ കൂടുക, അത് വിജയിപ്പിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. ഈ വെബിനാർ ഏതായാലും ഉണ്ടാകും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷാല്ലാ ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വിചാരിക്കട്ടെ. അത് നിങ്ങൾ പ്രചരിപ്പിക്കുകയും വേണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യും. പിന്നെ ഒരു ലീഡറുടെ ക്വാളിറ്റി, ഒരു ക്യാപ്റ്റൻ, ഒരു ലീഡറുടെ ക്വാളിറ്റികൾ എന്തെല്ലാം, അത് പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം. നിങ്ങൾ ഓരോ ക്യാപ്റ്റന്മാരാണ്, ഓരോ ലീഡർമാരാണ്. ബെസ്റ്റ് ലീഡർ ആരെല്ലാം, അതുപോലെ ഒരു ടീനേജർ മക്കൾ, ആൺമക്കളെയും പെൺമക്കളെയും പ്രോബ്ലംസുകൾ എന്തെല്ലാം, ആ മക്കളെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കൊന്താവിടെ രൂപത്തിൽ ഇൻഷാല്ലാ ഒരുപാട് വിഷയങ്ങൾ, വലിയൊരു അധ്യായം തന്നെയാണ് ഈ ട്രെയിനിങ്, ഈ സൈക്കോളജി ഫീൽഡ്. അതുപോലെ കൗൺസിലിംഗിന്റെ ഭാഗങ്ങൾ, ചില മാപ്പിള ഞാൻ എപ്പോ നോക്കി അല്ലാട്ടെ അങ്ങനെ എങ്ങനെ ശരിയാക്കാം, ഭാര്യ ഒരു മാപ്പിളയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒരു പെഞ്ഞായിൽ നിന്നിട്ട് ഒരു പെഞ്ഞായിക്ക് മാപ്പിളയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒരു മാപ്പിളയ്ക്ക് പെഞ്ഞായിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, അങ്ങനത്തെ ഒരു ഫോണാറ് കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളും നല്ല വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ക്ലാസ്സിൽ ഇതിൽ ലക്ഷങ്ങളുള്ള ബന്ധിക്കും. എന്നാലും അത് ചെറിയൊരു മാറ്റർ മാത്രമാണ് എനിക്ക് കൊടുത്തത്. വലിയൊരു അധ്യായമാണ് ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പേര് എന്തുണ്ടെങ്കിൽ കണ്ടിട്ടായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഉപകാരപ്പെടും. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൽക്കാലം ഈ ക്ലാസ് ഞാൻ കൂടെ അവസാനിപ്പിക്കണം. ഓക്കെ അല്ലേ എല്ലാവർക്കും? നിങ്ങളെ ഫീഡ്ബാക്കുകൾ വായിസ് മുഖാന്തരം ആ ഗ്രൂപ്പിൽ ഇടണം. ഇൻഷാല്ലാ വായിസ് മുഖാന്തരം എല്ലാവരും ഗ്രൂപ്പിൽ ഇടണം. അപ്പൊ നിങ്ങൾ വായിസ് ಬಂದಿട്ട് കണ്ട് എനിക്ക് വലിയ സമാധാനമാണ്. എന്ത് രസാ ഉസ്താദേ? സുബൈക്കാ എന്തില്ലേ?